ഞാൻ ജീവിതത്തിൽ 2 തവണയാണ് കണ്ടിട്ടുള്ളത്. അതിൽ ആദ്യത്തെ തവണ അദ്ദേഹം ഒരു വലിയ പ്രഭാഷണം നടത്തുകയായിരുന്നു. നെയ്യാറ്റിൻകരയിലെ ഒരു ചത്വരത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ജനങ്ങൾ നിശബ്ദരായിരുന്ന് ആ വിക്കുകൾക്കിടയിലൂടെ വരുന്ന ചരിത്രത്തെയും പ്രത്യയശാസ്ത്രത്തെയും കേൾക്കുകയായിരുന്നു. രണ്ടാമത്തെ തവണ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ ഒരു ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് അവിടേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി അദ്ദേഹം മരിച്ചു കിടക്കുകയായിരുന്നു. പക്ഷെ ഈ 2 സന്ദർഭത്തിലും ഒരിക്കൽ ജീവനുള്ളതായും മറ്റൊരിക്കൽ ജീവനില്ലാത്തതായും EMS ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആ 2 മുഹൂർത്തങ്ങളും നമ്മുടെ കാലത്തിലെ ഏറ്റവും വലിയ പ്രതിഭ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. 2 ദിവസങ്ങൾക്ക് മുൻപ് EMSൻ്റെ നാട്ടിൽ നടന്ന EMSൻ്റെ ലോകം എന്ന സെമിനാറിൽ സംസാരിക്കുമ്പോഴും ഞാനത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ശരിക്കും ആരംഭിച്ചത് ഫാസിസത്തിനെതിരെയുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്. 1937 ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൽ നിന്ന് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിലേക്ക് നാം എങ്ങനെ സഞ്ചരിക്കും എന്ന രേഖ മാതൃഭൂമിയിൽ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ മാക്സിം ഗോർക്കി അടക്കമുള്ളവർ ലോകത്തിലെ എഴുത്തുകാരോട് നിങ്ങൾ ഏത് ചേരിയിലാണ് എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞ സന്ദർഭമാണ്. 90കളുടെ ഒടുവിൽ EMS മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അതിന് 2 കൊല്ലങ്ങൾക്ക് മുൻപും അദ്ദേഹം JNUവിൽ PC ജോഷി സ്മാരക പ്രഭാഷണത്തിന് പോയതിനെപ്പറ്റി ബിജു കൃഷ്ണൻ ആ കഴിഞ്ഞ സെമിനാറിൽ ഓർക്കുകയുണ്ടായി. മരണപ്പെട്ട് കിടക്കുമ്പോഴും EMSൻ്റെ ശരീരം ഫാസിസത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ഡിസക്ട് ചെയ്യാമെങ്കിൽ ആ ജീവിതത്തെ നമുക്ക് മുറിച്ച് പരിശോധിക്കാമെങ്കിൽ കുഞ്ചു എന്ന ചെറുപ്പകാലം മുതൽ EMS എന്ന ആ വരിഷ്ഠകാലം വരെയും അദ്ദേഹം നമ്മുടെ സമൂഹത്തെ അതിഗഹനമായ തത്വചിന്ത കൊണ്ട് അഭിസംബോധന ചെയ്യുകയായിരുന്നു എന്ന് കാണാൻ പറ്റും. PT ഭട്ടതിരിപ്പാടിനെ EMS കെട്ടിപ്പിടിച്ച ഒരു സന്ദർഭം EMന്റെ ചരിത്രത്തിലുണ്ട്. അത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ സ്റ്റേജ് മാനേജറായി പ്രവർത്തിച്ചുകൊണ്ട് യോഗക്ഷേമ സഭയുടെ രാഷ്ട്രീയത്തെ നമ്പൂതിരിമാർക്ക് ഇടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ നാടകം വിജയിക്കുമോ എന്ന് സന്ദേഹിച്ച് ഓരോരോ കഥാപാത്രങ്ങളായി ആ നാടകത്തിൻ്റെ അരങ്ങിലൂടെ പുറത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ അത് വീർപ്പടക്കി കണ്ടുകൊണ്ടിരുന്ന നമ്പൂതിരിമാരെ തന്നെ സാക്ഷിയാക്കിക്കൊണ്ട് ആ നാടകത്തിൻ്റെ തിരശീല വീണ സന്ദർഭത്തിൽ EMS VT ഭട്ടതിരിപ്പാടിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. VT അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ പിന്നീട് ഓർത്തു പറയും, ഞങ്ങൾ യോഗക്ഷേമ സഭയിൽ ചെയ്ത രാഷ്ട്രീയം എന്തെന്നാൽ ഇപ്പോൾ ചിലർ പറയുന്നു ഇവർ ജാതിവാദികളാണ്, ഇവർ നമ്പൂതിരിമാരുടെ സംഘടനയ്ക്ക് വേണ്ടി ചോരയും നീരും ഒഴുക്കിയവരാണ്, EMS അടക്കമുള്ളവർ ജാതിവാദികളാണ്, PT ജാതിവാദിയാണ്, MRB ജാതിവാദിയാണ് എന്ന് അവർ പറയുന്നു. പക്ഷെ ഞങ്ങൾ യോഗക്ഷേമ സഭയിൽ ഇടപെട്ടത് ഒരു ഘട്ടത്തിൽ യോഗക്ഷേമ സഭ വലതുപക്ഷത്തേക്ക് ചരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അതിനെ ഇടതുപക്ഷത്തേക്ക്, മാനവികതയുടെ പക്ഷത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന പ്രഖ്യാപനമായിരുന്നു ഞങ്ങൾ ആ പ്രസ്ഥാനത്തിൽ നടത്തിയത് എന്ന് PT പറയും. ഇത് ചെറുപ്പകാലത്തെ EMSന്റെ ജീവിതമാണ്.
ഈ ചെറുപ്പത്തിന് തൊട്ടു മുമ്പുള്ള കാലമാണ് കുഞ്ചു എന്ന പേരിൽ നമ്മൾ അറിയുന്നത്. ഒരു 6 വയസ്സുള്ളപ്പോൾ വേദപഠനത്തിന് വേണ്ടി ഉറക്കം വിളിച്ച് തണുത്ത കുളത്തിലേക്ക് മുങ്ങുന്ന EMSനെ തിരൂരിൽ വെച്ച് ഞാൻ ഒന്ന് സ്മരിച്ചു നോക്കി. ആ കുഞ്ചു വേദം പഠിക്കുന്നുണ്ട്, യജുർവേദം പഠിക്കുന്നുണ്ട്. പക്ഷെ തൻ്റെ ആ പഠനകാലത്തെ പറ്റി പിൽക്കാലത്ത് EMS ഒരു ചെറിയ പുസ്തകം, ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് അത് പ്രസിദ്ധീകരിക്കുന്നത്, വേദങ്ങളുടെ നാട് എന്ന പുസ്തകത്തിൽ ഒരുപക്ഷെ ഇന്ത്യാ ചരിത്രത്തിൽ മറ്റാരും പറഞ്ഞിട്ടില്ലാത്തത്ര വിമർശന ബുദ്ധിയോടുകൂടി വേദങ്ങളുടെ നാട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ കാണാപ്പാഠം പഠിച്ചു. എൻ്റെ ജീവിതം തന്നെ ഈ വേദം കാണാതെ പഠിക്കുന്നതിനുള്ളതായിരിക്കുമോ എന്ന് ഭയപ്പെട്ട് ഞാൻ ഭയപ്പെട്ട് പഠിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ താനൂരിലെ ഗുരുനാഥന്റെ പാഠശാലയിൽ എത്തിയപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാരിൽ നിന്ന് തിലകനെ കുറിച്ച് കേട്ടപ്പോൾ, ഇന്ത്യയിൽ നടക്കുന്ന ഒരു സാമൂഹിക വിമോചന പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ഈ പഠിച്ച മനപ്പാഠങ്ങൾ കൊണ്ട് എന്ത് മാറ്റങ്ങളാണ് ഈ നാട്ടിലുണ്ടാക്കാൻ പോകുന്നത് എന്ന് ഞാൻ ആലോചിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഈ ആലോചനയുടെ ഏറ്റവും ചരിത്രപരമായ ധൈര്യം അദ്ദേഹം കാണിച്ചത് തൻ്റെ ഉടലിലുണ്ടായിരുന്ന പൂണൂല് പൊട്ടിച്ചെറിയുന്ന പ്രക്രിയയിലാണ്. ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ അദ്ദേഹം കുടുംബ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കണം. നാം ഇന്ന് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നു, ശാസ്ത്രീയ അഭിവീക്ഷണം എന്ന് പറയുന്ന ഒരു ബോധം, നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ഓങ്ങല്ലൂരിൽ വെച്ച് പ്രസംഗിച്ച EMSന്റെ തലച്ചോറിലേക്ക് സ്കൂൾ കാലത്ത്, ഹയർ സെക്കൻഡറിയുടെ കാലത്ത് തലച്ചോറിലേക്ക് കടന്നപ്പോൾ കുടുമയെന്തിന് ഉണൂലെന്തിന് എന്ന് വിചാരിച്ച് അദ്ദേഹം അത് മുറിച്ച് കളയുകയുണ്ടായി. ഇത് കുട്ടിക്കാലത്തിന്റെ പ്രക്രിയയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കൗമാരകാലം എത്തുമ്പോൾ തന്നെ തികഞ്ഞ രാഷ്ട്രീയ ബുദ്ധിജീവിതമുണ്ടായിരുന്ന EMS ആണ് 1937 മാതൃഭൂമിയിലെ ലേഖനം എഴുതുന്നത്. അതിനു മുമ്പ് ഒരു പക്ഷേ 35 ഗോർക്കിയെ പോലെയുള്ളവർ ലോക സാഹിത്യത്തിൽ മാനവികതയുടെ പക്ഷം ചേർന്നുകൊണ്ട് നിങ്ങൾക്കെങ്ങനെ ഹിറ്റ്ലറിന്റെ കൊടി പിടിക്കാൻ പറ്റും, നിങ്ങൾക്കെങ്ങനെ മുസോളിനിയുടെ പാർലമെന്റിനെ കേട്ടിരിക്കാൻ പറ്റും, നിങ്ങളുടെ തൂലിക മനുഷ്യരുടെ ജീവിതത്തെയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ എഴുത്തിനെയാണോ കഴുത്തിനെയാണോ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം 35 ലഖ്നൌവിലും അതിനു മുമ്പ് പാരീസിലും ഉയർന്നപ്പോൾ ആ ഒച്ചയ്ക്ക് ഒരു പ്രതിരണനം ഇങ്ങ് കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ ബുദ്ധിജീവിയാണ് 37 EMS. ഒരുപക്ഷെ ആ ഊർജമാണ് പിണറായിയിലെ പാറപ്പുറത്ത് വെച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലവിളക്ക് ആദ്യം കൊളുത്തുമ്പോൾ അതിലൊരാളാക്കി മാറ്റാൻ EMSനെ സഹായിച്ച ഘടകം. തൻ്റെ ഈ വിക്കുമായി അദ്ദേഹം സഞ്ചരിച്ചു, ഏറെ ദൂരങ്ങൾ അദ്ദേഹം സഞ്ചരിച്ചു. വലതുവശത്ത് ഒരു പക്ഷേ AKGയെ പോലെ ഒരു വലിയ ജനകീയ നായകൻ, തൊട്ടിപ്പുറത്ത് ദാമോദരനെ പോലെയുള്ള ഒരു ബുദ്ധിജീവി. ദാമോദരനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ കൾച്ചറൽ സിംബയോസിന്റെ നാട്ടികയാണ് ദാമോദരൻ. ദാമോദരന്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. മനുഷ്യനെ കുറിച്ചിട്ടുള്ള പുസ്തകമുണ്ട്, മാർക്സിസ്റ്റ് ടെർമിനോളജിയെ കുറിച്ചിട്ടുള്ള പുസ്തകമുണ്ട്, സാഹിത്യശാസ്ത്രത്തെ കുറിച്ചിട്ടുള്ള പുസ്തകമുണ്ട്, സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള പുസ്തകമുണ്ട്. പക്ഷെ ദാമോദരന്റെ പാട്ടബാക്കി എന്ന പുസ്തകമായിരിക്കും നമുക്കെല്ലാം ഏറെ ഇഷ്ടപ്പെട്ട പുസ്തകം. ഈ പാട്ടബാക്കിയിൽ സാഹോദര്യവും സൗഹാർദ്ദവും ജനാധിപത്യവും ഒരു ചായയുടെ അപ്പുറവും ഇപ്പുറവുമായി കൊണ്ടുവരുന്ന ദാമോദരന്റെ ഒരു കെമിസ്ട്രി ഉണ്ട്. അതിലെ 2 ക്യാരക്ടറുടെ പേര് കുഞ്ഞാലിയും കുഞ്ഞേട്ടനോ മറ്റോ ആണെന്ന് ഞാൻ വിചാരിക്കും. കുഞ്ഞാലി ചായക്കടയിലിരിക്കുകയാണ്. മുതലാളി ശമ്പളം കൊടുക്കാത്തത് കൊണ്ട് ദാരിദ്ര്യം നട്ടല്ലിൽ പിടിച്ച് ചിതറിപ്പോകുന്ന ജീവിതമായ കുഞ്ഞേട്ടൻ ഇങ്ങനെ പോവാണ്. അപ്പൊ കുഞ്ഞാലി അദ്ദേഹത്തെ ഒന്ന് വിളിക്കും, ഏയ് നീ എങ്ങോട്ട് പോകുന്നു? അല്ല, ഞാനിങ്ങനെ സങ്കടപ്പെട്ട് പോവുകയാണ്. അത് നിന്റെ മുഖത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ, വാ നീ എന്തെങ്കിലും കഴിച്ചോ? ഞാനൊന്നും കഴിച്ചില്ലടാവേ, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല കേട്ടോ, നീ വാ, ഒരു അരച്ചായക്കുള്ള പണമൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് കുഞ്ഞാലി പറയും. ഹാഫ് ചായ എന്നാണ് പ്രയോഗം, ഹാഫ് ചായ. ഈ ഹാഫ് ചായ കുടിക്കാൻ വന്നിരുന്ന ചായക്കടകൾ കേരളത്തിന്റെ പബ്ലിക് സ്ഫിയറായി മാറുന്നത് എങ്ങനെയെന്ന് ദാമോദരനിലൂടെ നമുക്ക് പറയാൻ പറ്റും. വളരെ പിന്നീട് 80കളിലാണ് ഹേബർമാസിലൂടെ കേരളം പബ്ലിക് സ്ഫിയറിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്.
നമ്മുടെ ചായക്കടകൾ എന്ത് രാഷ്ട്രീയ ദൗത്യമാണ് കേരളത്തിന്റെ സംസ്കാരത്തിൽ നിർവഹിച്ചിട്ടുള്ളത്? നമ്മുടെ തീപ്പെട്ടി കമ്പനികൾ എന്ത് രാഷ്ട്രീയമാണ് നിർവഹിച്ചിട്ടുള്ളത്? നമ്മുടെ ചെറിയ ചെറിയ ഗ്രന്ഥശാലകൾ കേരളത്തെ ഒരു പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി ആക്കി മാറ്റുന്നതിൽ എന്ത് പ്രക്രിയാപരമായ പ്രവർത്തനമാണ് നിർവഹിച്ചിട്ടുള്ളത്? എന്നിട്ടൊരു ആപ്പ് ചായക്ക് കുഞ്ഞാലി പറയും, ഈ ആപ്പ് ചായ എടുത്ത് വെക്കുന്നത് ആ നാടകത്തിന്റെ ഹൃദയത്തിലാണ്. വാ കുടിക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ ചുണ്ട് ഈ ചായയുടെ ഇപ്പുറത്തും നിന്റെ ചുണ്ട് ഈ ചായയുടെ അപ്പുറത്തും എന്ന് പറയുന്ന ഒരു സാഹോദര്യമുണ്ടല്ലോ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാമിത് എന്ന് അരികുപ്പുറത്ത് മുഴങ്ങിയ ആ നവോത്ഥാനത്തിന്റെ മുദ്രാവാക്യത്തെ, സാഹോദര്യത്തെ ഒരു ചായക്കോപ്പയുടെ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുവന്ന കൊടുങ്കാറ്റിന്റെ പേരായ കെ ദാമോദരൻ അപ്പുറത്ത്, AKG ഇപ്പുറത്തും അനേകം മനുഷ്യരിരിക്കുമ്പോൾ അതിൽ EMS എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഫാസിസത്തിനെതിരെയുള്ള ലേഖനങ്ങളിലൂടെ പുന്നപ്ര വയലാറിലൂടെ 57 കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിത്തീരുന്നു. എണ്ണി എണ്ണി എടുക്കുമ്പോഴാണ് EMന്റെ ലോകത്തിൽ സംസാരിക്കുമ്പോഴാണ് EMന്റെ ജീവിതത്തിലെ ഓരോരോ 10 കൊല്ലത്തിനും പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരുപക്ഷെ 57 ആ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് ഞാൻ അന്തനാവു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയും അന്തോണിയപ്പൻ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളിയെയും ഓർത്തെടുക്കുകയുണ്ടായി. ആ പ്രസംഗം കുര്യാക്കോസ് സഖാവ് അടക്കമുള്ളവർ കേട്ടിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നീടും 60കളിൽ അദ്ദേഹം ഭൂപരിഷ്കരണ പ്രസ്ഥാനത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള ഈ മൂർച്ചയുള്ള ചിന്തകൾ, 70കളിൽ അടിയന്തരാവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നിവർന്നു നിന്ന് പാർലമെന്റിലും പുറത്തും നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, പക്ഷെ 90കളിലെത്തുമ്പോൾ അവിടെയാണ് EMS ഏറ്റവും വലിയ ചരിത്രത്തിലെ ദീപസ്തംഭമായി മാറുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ജീവിതം കൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്ന ഈ ഡോക്ടർ MA സിദ്ദീഖ് ഏതോ ഒരു ഘട്ടത്തിൽ തീ പിടിച്ച് മരിച്ചു പോകേണ്ടവനായിരുന്നു. 90കളിലെ ബാബറി മസ്ജിദ് കലാപകാലത്ത് തീയിടപ്പെട്ട ഒരു വീടിനകത്തു നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ. അന്ന് ഞങ്ങളുടെ വീടടക്കമുള്ള നിരകളിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ പിടിപ്പിക്കുമ്പോൾ ആ തീയുടെ ചൂടടിയേറ്റിട്ട് എണീറ്റുയരുമ്പോൾ എന്താണ് വർഗീയത, എങ്ങനെയാണ് സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവർ, ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഒരമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കുന്നവർക്കിടയിലേക്ക് പെട്രോളും തീയും, ഇത് നിന്റെ മതമാകുന്നു, നീ കത്തിക്കരിയേണ്ടവനാണ് എന്ന പ്രഖ്യാപനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ആരാധനാലയങ്ങളുടെ പേരിൽ, പുസ്തകങ്ങളുടെ പേരിൽ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദൈവങ്ങളുടെ പേരിൽ മനുഷ്യരെ പല 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 കള്ളികളിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീടകത്തു നിന്ന് ഏത് തീയാണ് എൻ്റെ തലയ്ക്ക് മുകളിൽ പിടിക്കുന്നതെന്ന് എന്നെ പഠിപ്പിച്ചത് EMS ആണ്. അദ്ദേഹം എന്ന പത്രത്തിൽ നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്ന പ്രതിവാരക്കുറിപ്പുകൾ വായിച്ച ഓർമ്മ ഈ കൂട്ടത്തിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. അപ്പോഴാണ് EMന്റെ ഭാഷ കുറച്ചുകൂടി ഒന്ന് മാറുന്നത്. 90കളെത്തുമ്പോൾ EM അന്തോണിയോ ഗ്രാംഷിയെ കുറിച്ച് പറയാൻ ആരംഭിക്കുന്നു. ഗ്രാംഷി അതിനു മുമ്പ് എത്രയോ കാലം മുമ്പ് മരിച്ചുപോയി കഴിഞ്ഞിരുന്നു. ഗ്രാംഷിയുടെ പ്രിസൺ നോട്ട്ബുക്സിന് പോലും ഇംഗ്ലീഷിൽ ഒരു നല്ല വിവർത്തനം വരുന്നത് അതിന് കുറച്ചു കൊല്ലം മുമ്പാണ്. കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് ഉണ്ടായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഗ്രാമാന്തരങ്ങളിൽ വേരോട്ടമുണ്ടായിട്ടും അന്തോണിയോ ഗ്രാംഷി എന്ന് പറയുന്ന ഫാസിസത്തിനെതിരെ മുസോളിനിയുടെ പാർലമെന്റിൽ ഇടിമുഴങ്ങുന്നത് പോലെ പ്രസംഗിച്ച ഗ്രാംഷിയെ കുറിച്ചൊരു നല്ല പുസ്തകം ചിന്താരവിയുടേതല്ല അല്ലാതെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് P. ഗോവിന്ദപിള്ള അദ്ദേഹം ഇവിടെ വന്ന് സംസാരിച്ചിട്ടുള്ളതായി അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ലിസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അത് പറഞ്ഞപ്പോഴും PGയോടൊപ്പമുള്ള നേരങ്ങൾ ചിലവഴിച്ചത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. കുറച്ച് മാത്രമേ PGയോടൊപ്പം ചിലവഴിക്കാൻ കിട്ടിയിട്ടുള്ളൂവെങ്കിലും PGയുടെ തലച്ചോറിലും റെയ്മണ്ട് വില്യംസും ഫ്രാൻസിസ് ഫുക്കുയാമയും അന്തോണിയോ ഗ്രാംഷിയും ഒക്കെ തിളച്ചുമറിയുന്ന ആ മണിക്കൂറുകൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ആ P. ഗോവിന്ദപിള്ളയും EMSും കൂടി ഗ്രാംഷിയൻ വിചാര വിപ്ലവം എന്ന ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. പ്രിയപ്പെട്ട മലയാളികളെ, അല്ലയോ ഭാരതീയരെ, നിങ്ങളിനി പ്രവേശിക്കാൻ പോകുന്നത് അതികഠിനമായ ഒരു ചരിത്ര സന്ദർഭങ്ങളിലേക്കാണെന്ന് പ്രതിവാരക്കുറിപ്പുകളിൽ അദ്ദേഹം ഓരോ ആഴ്ചയും എഴുതിയത് വായിച്ച ഓർമ്മയുള്ളവർക്കറിയാമായിരിക്കും. നമ്മുടെ ഭാഷ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാം ഒരു കൾച്ചറൽ ടേണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക
വർത്തനത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ആർജിച്ചെടുത്ത സകലമാന മൂല്യങ്ങളും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർവകലാശാലകൾ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടനയുടെ നേർക്ക് വലിയ തീമഴകൾ വന്ന് ഭവിക്കാനിരിക്കുകയാണ്. എന്തിനേറെ പറയാൻ, സഹോദരങ്ങളെ പോലെ ജീവിച്ച മനുഷ്യർക്കിടയിലേക്ക് നവഖാലി ആവർത്തിക്കാൻ പോവുകയാണെന്ന് ഗാന്ധിയും ഗാന്ധിസവും എന്ന പുസ്തകത്തിലൂടെ ഗാന്ധിയെ വിമർശിച്ചെഴുതിയിട്ടുള്ള EM തന്നെ ഗാന്ധിയിലേക്ക് വരികയുണ്ടായി. ഒരു അവിസ്മരണീയമായ മുഹൂർത്തത്തെ പറ്റി സുകുമാർ അഴീക്കോടിന്റെ ഒരു കുറിപ്പുണ്ട്. അഴീക്കോട് മാസ്റ്റർ ജീവിതത്തിന്റെ അവസാന കാലം വരെയും, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അവസാന കാലം വരെയും ഖദറിട്ട് തന്നെ ഞാൻ ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു അഴീക്കോട് മാസ്റ്റർ. അത് പറയുമ്പോഴും അഴീക്കോട് മാസ്റ്ററോടൊപ്പം ചിലവഴിച്ച ചില നേരങ്ങൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, വളരെ ഗൃഹാതുരതയോടുകൂടി. അഴീക്കോട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പിൽ EMSനെ ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞത്, 100 200 പരമാവധി 300 ആളുകളോട് മാത്രം സംസാരിച്ചിരുന്ന ഞാൻ ഇപ്പോൾ 10,000-കണക്കിന് മനുഷ്യർ ഒത്തുകൂടുന്ന ഇടതുപക്ഷ വേദികളിൽ സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ അതിന് കൂട്ടിക്കൊണ്ടുവന്നത് EMS ആണ്. EMS എന്നെ വിളിച്ചുകൊണ്ടുവന്ന് 10,000-കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ നിർത്തി പ്രസംഗിപ്പിക്കുന്നു. ഞാൻ അത്ഭുതം കൊണ്ട് എൻ്റെ കണ്ണുകൾ വിടർത്തുകയാണ്. അപ്പൊ അഴീക്കോട് മാഷിന്റെ പ്രഭാഷണവും കുറിപ്പും കഴിയുമ്പോൾ EMSന്റെ ഒരു വർത്തമാനമുണ്ട്. അഴീക്കോട് മാഷെ, ഈ 10,000-കണക്കിന് മനുഷ്യർ എന്ന് പറയുന്ന ആ ജനസഞ്ചയമുണ്ടല്ലോ, അവർ ഒരു ദിവസം കൊണ്ടുണ്ടായവരല്ല, അവർ ഒരു വർഷം കൊണ്ട് ഉണ്ടായവരല്ല, അവർ ഒരു യുഗത്തിന്റെ സന്താനമാണ്, അവർ ഒരു കാലഘട്ടത്തിന്റെ പ്രതീകമാണ്. ആ കാലഘട്ടത്തിന്റെ പ്രതീകങ്ങളോട് സംവദിക്കാൻ നിങ്ങളുടെ റട്ടറിക്കിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഭാഷ മണ്ണിലേക്ക് പൊടിഞ്ഞലിഞ്ഞ് ചിതൽപുറ്റുപോലെ വീഴാൻ പോവുകയാണ് EM പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആ 10,000-കണക്കിന് മനുഷ്യർ ഇപ്പോഴും ഈ കേരളത്തിലുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കണം. ഞാൻ അന്തോണിയപ്പനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ അന്തോണിയപ്പൻ എന്ന ആളിലേക്ക് EMSലേക്കുള്ള എൻ്റെ യാത്രയ്ക്ക് ഒരു നിമിത്തമുണ്ട്. ഒരിക്കൽ കണ്ണൂരിലെ പാനൂരിൽ ഇതുപോലൊരു സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നി, മുകുന്ദേട്ടന്റെ മയ്യഴിയൊന്ന് കാണണം. ദാസനെയും ചന്ദ്രികയെയും കാണാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. പൊളിറ്റിക്കലി ദാസൻ എന്ന് പറയുന്നത് ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ്. കാരണം അയാളുടെ പ്രതീക്ഷകൾ മുഴുവൻ നിരാശയുടെ ചിതലുകൾ പിടിച്ചിരിക്കുന്നു. അയാൾക്ക് ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷകൾ കലർന്ന ഒരു രാഷ്ട്രീയവുമില്ല. അതുകൊണ്ട് ഫ്രാൻസിൽ പോയി പഠിച്ച് ചരിത്രവും ശാസ്ത്രവും തത്വചിന്തയും പഠിച്ച് തിരിച്ചു വന്ന ആ ദാസൻ എന്ന് പറയുന്ന മയ്യഴിയിലെ ബുദ്ധിജീവി, അവനെ കാത്തിരുന്ന പ്രിയപ്പെട്ടവളെ ഉപേക്ഷിച്ചുകൊണ്ട് നിരാശയുടെ വെള്ളിയാങ്കല്ലിലേക്ക് ഒരു തുമ്പിയെ പോലെ പറന്നുപോയി. ആകയാൽ എനിക്ക് ദാസനെ കാണണ്ട, എനിക്ക് അവൻ കരയിപ്പിച്ച് ചന്ദ്രികയെ കാണണ്ട. പക്ഷെ എനിക്കു കാണേണ്ടത് മയ്യഴി എന്ന് പറയുന്ന ആ ഫ്രഞ്ച് കൊളോണിയൽ ടെറിട്ടറിയെ ഫ്രാൻസിന്റെ പിടിത്തത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വതന്ത്ര റിപ്പബ്ലിക്കിലേക്ക്, പരമാധികാര റിപ്പബ്ലിക്കിലേക്ക് വിലയം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാഹൂതി ചെയ്ത രക്തസാക്ഷികളായി തീർത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മണ്ണെനിക്കു കാണണം. അവരുടെ ആത്മാക്കൾ തുമ്പികളെ പോലെ പറന്നുപോയ വെള്ളിയാങ്കലിനെ ദൂരെ നിന്നെങ്കിലും എനിക്കൊന്ന് കാണണം. അന്ന് സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിരുന്നെങ്കിൽ വെള്ളിയാങ്കലിലേക്ക് എങ്ങനെ പോകാം എന്ന് എനിക്കറിയാൻ കഴിയുമായിരുന്നു. ഞാനങ്ങനെ മയ്യഴിപ്പുഴയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കടൽ പാമ്പുകൾ കയറി വരുന്ന ഉപ്പ് കലർന്ന വെള്ളമുള്ള മയ്യഴിപ്പുഴ സാഗരം പോലെ കിടക്കുന്ന മയ്യഴിപ്പുഴയിലൂടെ നടന്ന് മയ്യഴി കടലിന്റെ മുറ്റത്തെത്തുമ്പോൾ ഞാനവിടെ ഒരു വൃദ്ധനെ കാണുകയുണ്ടായി. വെള്ള ഉടുപ്പും വെള്ളച്ചട്ടയും ഇട്ട ഒരു വൃദ്ധൻ. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിരുന്നു. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബേസിക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഞാൻ പഠിച്ച ഒരു പാഠമുണ്ട്. നിങ്ങൾ എവിടെ ചെന്നാലും അവിടെ കാണുന്ന മനുഷ്യരോട് നിർബന്ധമായും സംസാരിച്ചിരിക്കണം. കാരണം അതൊരു സഹജീവിയാണ്. അപ്പോൾ ഒരു മനുഷ്യനില്ലെങ്കിൽ നിങ്ങൾ ചെടികളോടും പൂക്കളോടും ശലഭങ്ങളോടും മൃഗങ്ങളോടും സംസാരിക്കണം. അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന ചലച്ചിത്രത്തിൽ അദ്ദേഹം അണ്ണാറക്കണ്ണനോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. ഏകാന്ത തടവറയിൽ കിടക്കുമ്പോൾ ബഷീർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു അണ്ണാറക്കണ്ണൻ ചിൽ
എന്ന് ചിലയ്ക്കും. ബഷീർ അവനോട് ചോദിക്കുന്ന വാക്യം ഓർമ്മയുണ്ടല്ലോ, എന്തടാ ബെടുക്കൂസേ, നീ എന്നെ നോക്കി ചിലയ്ക്കുന്നു. അടൂർ സാർ ഒരിക്കൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെമിനാറിന് വന്നപ്പോൾ അടൂരിനോട് ഞാൻ പറയുകയുണ്ട് ചോദ്യത്തിനിടെ, സാർ, അങ്ങയുടെ മതിലുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ്. ആ മതിലുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് അണ്ണാറക്കണ്ണനോട് സംസാരിക്കുന്ന മമ്മൂട്ടിയെ അങ്ങ് ഷൂട്ട് ചെയ്തത്. അങ്ങേക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്ന് തന്ന അണ്ണാറക്കണ്ണൻ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് വേണമെങ്കിൽ ഒരു തമാശ കലർന്ന ചോദ്യം. അടൂര് ദേഷ്യപ്പെട്ടില്ല, അദ്ദേഹം ചിരിച്ചു. ബഷീറിന്റെ ലാംഗ്വേജിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഇറ്റ്സ് എ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കണമെങ്കിൽ നാം ആദ്യം പുറത്തേക്ക് നോക്കണം. പുറത്തെ ജനസഞ്ചയങ്ങളിലേക്ക് മനുഷ്യരോട് നമ്മൾ നോക്കണം. മാനവികമായി നമ്മൾ സംസാരിക്കണം. മനുഷ്യരുടെ സുഖദുഃഖങ്ങളെ പറ്റി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഭാഷ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നാം ഒരർത്ഥത്തിലും ഒരു സോഷ്യൽ ബീയിങ് ആയി മാറുകയില്ല എന്ന് പഠിപ്പിക്കുന്ന ആ ക്വസ്റ്റ്യൻ ഉള്ളിലുള്ളത് കൊണ്ടാവാം ഞാൻ അവിടെ ചെന്നിട്ട് ആ വെള്ള ഉടുപ്പും ചട്ടയും ഇട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. എന്താ താങ്കളുടെ പേര്? ഒരു മറുപടിയുമില്ല. ഒരുപക്ഷെ അന്ന് ഞാൻ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് കസാൻസാക്കിസിന്റെ സോർബ ദ ഗ്രീക്ക് എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. ലോക നോവലുകളുടെ കൂട്ടത്തിൽ, ആത്മചരിതങ്ങളുടെ കൂട്ടത്തിൽ സോർബ ദ ഗ്രീക്ക് പോലെ ഉദാത്തമായ ഒരു പുസ്തകം ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. ആ സോർബ ദ ഗ്രീക്കിൽ സോർബയും കസാൻഡുമായി ഒരു കൊച്ചു കപ്പലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ സഞ്ചരിക്കുന്ന കടലിന്റെ അടിത്തട്ടിൽ എവിടെയോ ആണ് ഐലൻ കുർദി എന്ന് പറയുന്ന സിറിയൻ കലാപകാലത്തെ കുഞ്ഞ് മരിച്ചുപോയ അതേ കടൽ തിരകൾക്ക് മുകളിലൂടെ വർഷങ്ങൾക്ക് മുൻപ് പരസ്പരം പോരടിക്കുന്ന രണ്ട് ഗോത്രങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിന്റെ മുകൾ തട്ടിൽ വെച്ച് ഡോൾഫിനുകൾ നൃത്തം കളിക്കുന്നതും നീന്തുന്നതും കണ്ടുനിന്ന സോർബയോട് കസാൻഡ് പോയി ചോദിച്ചു, എന്താണ് താങ്കളുടെ പേര്? ഒരു മറുപടിയും സോർബ പറഞ്ഞില്ല. അപ്പോൾ ഡോൾഫിനുകൾ തുള്ളിക്കളിച്ചു. സോർബ പൊട്ടിച്ചിരിച്ചു, ഹായ് ഡോൾഫിൻ, ഡോൾഫിൻ എന്ന് പറഞ്ഞു. അപ്പോൾ കസാൻഡ് ചോദിച്ചു, ഡോൾഫിനെ കണ്ടിട്ടില്ലേ? ആദ്യമായിട്ടാണോ കാണുന്നത്? അല്ല, ഞാൻ ഇതിനു മുമ്പും ഡോൾഫിനുകളെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഡോൾഫിനുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ജീവിതത്തിൽ ഇപ്പോഴുള്ള സന്ദർഭം എന്നെ സംബന്ധിച്ച് ആനന്ദദായകമാണെന്ന് പറയുന്നത് ഒരു തൊഴിലാളിയുടെ രാഷ്ട്രീയ ബോധ്യമാണതെന്ന് കസാൻഡിന് അപ്പോൾ മനസ്സിലായിട്ടില്ല. കുറച്ചു കഴിഞ്ഞൊരു കോഫി ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കസാൻഡും സോർബയും ഇരിക്കുമ്പോൾ സോർബ പറഞ്ഞു, നിങ്ങൾ എന്നോട് പേര് ചോദിച്ചില്ല, ഐ ആം സോർബ. അപ്പോൾ കസാൻഡ് ശ്രദ്ധിച്ചു, അയാൾ ഡോൾഫിനുകളെ ചൂണ്ടുമ്പോഴും അയാൾ പേര് പറയാൻ വേണ്ടി ആവേശത്തോടെ കൈ ഉയർത്തുമ്പോഴും അയാളുടെ കയ്യിൽ നിന്നൊരു വിരൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോ കസാൻഡ് ചോദിച്ചു, അയ്യോ, നിങ്ങളുടെ വിരലിന് എന്തു പറ്റി? ഈ വിരലോ, ഞാൻ എനിക്കിഷ്ടമുള്ള ജോലി ചെയ്യുന്നവന്. ചിലപ്പോൾ ഞാനൊരു കൽത്തൊഴിലാളിയാവും, ചിലപ്പോൾ ഞാനൊരു മരപ്പണിക്കാരനാവും, ചിലപ്പോൾ ഞാൻ ഒരു ചുമട്ടു തൊഴിലാളിയാവും, ചിലപ്പോൾ ഞാനൊരു പാചകക്കാരനാവും, ചിലപ്പോൾ ഞാനൊരു കപ്പൽ ജോലിക്കാരനാവും, ചിലപ്പോൾ ഞാൻ ഒരു പാത്രമുണ്ടാക്കുന്ന കുശവനായി മാറും. അങ്ങനെ ഒരിക്കൽ ഞാൻ ഒരു കുശവവേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ കലമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി പക്ഷിയെ ഉണ്ടാക്കണമെന്ന്. ഞാൻ ആ ചക്രം ചവിട്ടി 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 ഈ കളിമണ്ണിനെ പക്ഷിയായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതുണ്ടടാ അപ്പനെ പെട്ടെന്ന് തന്നെ ഒരു കുടമായി മാറി. ഞാൻ പറഞ്ഞു, കുടമല്ല, പക്ഷി. വീണ്ടും ഞാൻ പക്ഷിയിലേക്ക് പോകുമ്പോൾ ആ പക്ഷി കുടമായി മാറുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചു നേരം കൊണ്ട് എനിക്ക് മനസ്സിലായി, ആരാണ് എന്റെ ഉള്ളിലിരിക്കുന്ന പക്ഷിയെ കുടമാക്കി മാറ്റുന്നത്? ഈ വിരലാണ്. അപ്പൊ തന്നെ അവിടെ ഇരുന്നൊരു മഴുവെടുത്തിട്ട് ഞാൻ ആ വിരലങ്ങ് ഛേദിച്ച് കളഞ്ഞു എന്ന് പറയുന്ന സോർബയുടെ പ്രഖ്യാപനം നമ്മൾ അനുകരിക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു കലാകാരന്റെ, ഒരു സ്വാതന്ത്ര്യദാഹിയുടെ ആത്മദാഹത്തെ തടയുന്നത് അയാളുടെ ശരീരമാണെങ്കിൽ ആ ശരീരത്തെ നിഷേധിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ പഠിപ്പിച്ച സോർബയുടെ ആ രംഗം ഞാൻ വായിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ മയ്യഴിയിലെ വൃദ്ധനോട് പേര് ചോദിക്കുമ്പോൾ അദ്ദേഹം പേര് പറയാത്തതിൽ ഞാൻ നിരാശപ്പെടുമായിരുന്നില്ല. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു കൊച്ചുമകനോടെന്നതുപോലെ ഒരു ഉയർന്ന പിതാവിന്റെ സ്ഥാനത്തിരുന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. പുത്രനും പരിശുദ്ധാത്മാവും പിതാവുമായവന്റെ സ്ഥാനത്തിരുന്ന് പേര് പറഞ്ഞു. എൻ്റെ പേരിന്നതാണ്. ഞാൻ ഒരുപാട് കാലം കടലിൽ പണിയെടുക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ മക്കളെല്ലാം വിദേശത്താണ്. അവർ നല്ല നിലയിൽ സമ്പാദിക്കുന്നു.
ഇപ്പൊ അങ്ങ് പോകുന്നില്ലേ എന്ന് എന്റെ ചോദ്യം. ഞാൻ മത്സ്യപ്പണിയൊക്കെ നിർത്തിയിട്ട് കാലം കുറയായി. മക്കൾ വിദേശത്തായത് കൊണ്ടാണോ അങ്ങ് മത്സ്യപ്പണി നിർത്തിയതെന്ന് വീണ്ടും എന്റെ ചോദ്യം. അല്ല അല്ല അല്ല, ഞാൻ മത്സ്യപ്പണി നിർത്തിയത് എന്റെ ഇഷ്ടത്താൽ. പിന്നെന്തിന് ഇവിടെ വന്നിരിക്കുന്നു? അതേ, പെറ്റ വയറാണി കിടക്കുന്നത്. ഞാൻ മീൻ കോരിയ വെള്ളമാണ് കിടക്കുന്നത്. എൻ്റെ അമ്മയാണ് കിടക്കുന്നത്. എന്നും സന്ധ്യയ്ക്ക് ഇവിടെ വന്നിരുന്ന് എൻ്റെ അമ്മയെ എനിക്ക് കണ്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല എന്ന സ്റ്റേറ്റ്മെന്റ് സത്യത്തിൽ എന്നെ ജ്ഞാനസ്നാനം ചെയ്തു എന്ന് ഞാൻ പറയട്ടെ. ജലം കൊണ്ടാണല്ലോ യോഹന്നാനും കർത്താവും ജ്ഞാനസ്നാനം ചെയ്തത്. അമ്മാതിരി ഭാഷയുടെ ജലം കൊണ്ട് അദ്ദേഹം എന്നെ സമുദ്രസ്നാനം ചെയ്തു കളഞ്ഞു. അന്ന് മയ്യഴിയിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ വീടെത്തുമ്പോൾ എനിക്ക് തോന്നി ഞാൻ ആരെയാണ് പരിചയപ്പെട്ടത്. എൻ്റെ മനസ്സിലൊരു കഥാപാത്രം വിടർന്നു വരികയാണ്. ഇറ്റ്സ് എ പ്രോട്ടോടൈപ്പ്. ഇതുപോലൊരാളെ കിട്ടിയിട്ട് ഞാൻ എന്തിന് എഴുതാതിരിക്കണം? ഞാൻ അദ്ദേഹത്തിന് അന്ധനാകും എന്ന പേരിട്ട് എഴുതാൻ ആരംഭിച്ചു. പക്ഷെ എഴുതി 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 മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ പ്രോട്ടോടൈപ്പിന്റെ ജീവിതത്തെക്കുറിച്ച് അറിവ് പരിമിതി. അപ്പൊ കവി വിനോദ് വൈശാഖി എന്നെ സഹായിച്ചിട്ട് പറഞ്ഞു, ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പൂവാറിനടുത്ത് തിരുവനന്തപുരത്ത് കരിങ്കുളത്ത് അന്തോണിയപ്പൻ എന്നൊരു മത്സ്യത്തൊഴിലാളി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ ചെല്ലുന്നു, അന്തോണിയപ്പനെ കാണുന്നു, സംസാരം ആരംഭിക്കുന്നു. ഒരുപക്ഷെ ഞാൻ എൻ്റെ തുടർച്ചയായ പ്രസംഗങ്ങളിൽ കഴിഞ്ഞ കുറേ നാളുകളായി അന്തോണിയപ്പനെ പറ്റി സംസാരിക്കുന്നുണ്ട്. എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. അന്തോണിയപ്പൻ എന്നോട് ചോദിച്ചു, സാറേ, നിങ്ങൾ കർത്താവിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടിട്ടുണ്ട്. പള്ളിയിൽ ക്രൂസിഫൈ ചെയ്യപ്പെട്ട കർത്താവിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ബൈബിളിലെ കർത്താവിനെ കണ്ടിട്ടുണ്ട്. പള്ളിയിലച്ചന്മാരുടെ പ്രഭാഷണങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ത കർത്താവെയല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ സാക്ഷാൽ കർത്താവിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് ചോദ്യം സത്യത്തിൽ ഇറാഷണലായിട്ടാണ് ഫീൽ ചെയ്തതെങ്കിലും ഞാൻ അന്തോണിയപ്പന്റെ മുന്നിൽ ഒരു ശിഷ്യനെ പോലെ ഇരുന്നു. അന്തോണിയപ്പൻ പറഞ്ഞു, കടലിൽ മീൻ പിടിക്കാൻ കട്ടമരത്തിൽ പോകുമ്പോൾ കടൽ ചിലപ്പോൾ എടുത്ത് മറിക്കും. ആ മറിക്കുന്ന നേരത്ത് കടൽ നമ്മളെ വിഴുങ്ങാതിരിക്കാൻ നാം നീന്തി 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 പോകുന്ന കട്ടമരത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കണം. കാല് മുറുക്കി പെറ്റ തള്ളയെ കുഞ്ഞു പിടിക്കുന്നത് പോലെ പിടിച്ച് കടലിൽ കിടക്കണം. 1-2 തെങ്ങ് പൊക്കത്തിൽ ഈ തിരമാല ഉയർന്ന് പൊങ്ങി താഴെ വരുമ്പോഴും ആ ബലത്തിൽ കൈവിട്ടു പോകാതെ പിടിച്ച് കിടക്കണം. ഞാൻ അങ്ങനെ കിടക്കുന്ന ദിവസങ്ങളിൽ ആ തിരമാലകളുടെ എടുത്തുയർത്തുമ്പോൾ അതിൻ്റെ ഉയരത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, കർത്താവ് എൻ്റെ അടുക്കൽ വന്നിട്ട് കടലിനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ പിള്ളയെ തൊടാതെ, എൻ്റെ പിള്ളയെ തൊടാതെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതൊരു ഫാന്റസി ആയിരിക്കും, അത് വളരെ കാവ്യാത്മകമായ ഒരു സങ്കല്പമായിരിക്കാം. പക്ഷേ സകല ലോകത്തിൻ്റെയും വിമോചനത്തിന്റെ പ്രതീകമായി, മനസാക്ഷിയുടെ ചിത്രമായി, തന്റെ രക്ഷയുടെ പ്രതീകമായി യേശുവിനെ കൊണ്ടുവരുന്ന അന്ധനാവുവിന്റെ മുന്നിൽ സത്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് യേശുവിന് നമസ്തേ പറഞ്ഞു. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, സാറേ, ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല സാറേ. ഞാൻ ജനിച്ച എൻ്റെ അന്ന് തന്നെ മരിച്ചു പോയതാണ് സാറേ എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് പകരം എന്നെ വളർത്തിയത് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് സാറേ. ഞാൻ എൻ്റെ കുഞ്ഞമ്മയെ അമ്മ എന്നാണ് സാറേ വിളിച്ചിരുന്നത്. എന്നെ എടുത്തുകൊണ്ട് നടന്നത് എൻ്റെ അമ്മയുടെ അച്ഛനാണ് സാറേ, അമ്മപ്പൻ. അപ്പൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. എൻ്റെ അപ്പം മീൻ പിടിക്കാനൊക്കെ രാവിലെ ഇറങ്ങിപ്പോകും. പക്ഷെ എൻ്റെ അമ്മയുടെ അച്ഛനാണ് എന്നെ വളർത്തിയത്. എൻ്റെ അമ്മപ്പൻ കടലിൽ പോയിട്ട്, അപ്പാപ്പൻ കടലിൽ പോയി മീനൊക്കെ പിടിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ തൊട്ടിൽ കിടന്നുറങ്ങും. അമ്മ എന്നെ ആട്ടി ഉറക്കിയിട്ട് അപ്പനുള്ള ചോറ് നിരത്തി വെക്കും. അപ്പം വന്നിട്ട് വിശപ്പോടെ കൈയും കഴുകി ഇരിക്കാനിരിക്കുമ്പോൾ ചട്ടിയിൽ അപ്പനിങ്ങനെ പഴഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ സാറേ, തൊട്ടിലീ കിടക്കുന്ന ഞാൻ പെടുക്കും സാറേ. അന്തോണിയപ്പൻ ഇങ്ങനെ കാട്ടിത്തന്നു, ഇങ്ങനെ മഴവില്ല് പോലെ എൻ്റെ പെടുപ്പ് വന്ന് വീഴുന്നത് ആ ചോറ്റുപത്രത്തിലായിരിക്കും സാറേ. അപ്പൊ എനിക്ക് ഉള്ളിൽ ജുഗുപ്സയാണ് വരുന്നത്. എതിർഹാസച്ഛ ശോകച്ഛ ക്രോധോത്സാഹോ ഭയം ദദ ജുഗുപ്സ വിസ്മയച്ഛേരി നാട്യഭാവ പ്രകീർത്തിത ജുഗുപ്സ. അന്തോണിയപ്പൻ ഒരു ജുഗുപ്സയുമില്ല സാറേ. അപ്പൊ അമ്മ അപ്പൂപ്പനോട് പറയാം, അപ്പ അന്റെ ചോര നീ തള്ളിക്ക, എടുത്ത് കളഞ്ഞാൽ വേറെ ചോറത്തല്ല, നാം കളയമാട്ടെ. ഇതൊക്കെ പിള്ളയ്ക്ക് ഉപ്പ്, ഇതൊക്കെ പിള്ളയ്ക്ക് ചോര. ഇതാരാ ഇന്ന പിള്ള? എൻ്റെ കൊച്ച് മരിക്കുമ്പോ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ് ഈ കുഞ്ഞിന്. അതിൻ്റെ മൂത്രം എനിക്ക് മൂത്രമല്ല എന്ന് പറയുന്ന സമയത്ത് അന്തോണിയപ്പന്റെ കണ്ണിൽ പൊടിഞ്ഞ ആ സ്നേഹത്തിന്റെ രാഷ്ട്രീയമുണ്ടല്ലോ, ആ സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്
ഏത് അസഹിഷ്ണുതയ്ക്കെതിരെയും നമുക്കെടുത്തു വയ്ക്കാനുള്ള ആയുധമെന്ന പാഠം ഞാൻ പഠിച്ചു കഴിയുമ്പോൾ അന്തോണിയപ്പൻ പറഞ്ഞു, സാറ് കമ്പവല കൊണ്ട് അടികൊള്ളുന്നത് കണ്ടിട്ടുണ്ട്, എൻ്റെ മുതുകത്തുണ്ട് സാർ. ഊനിയിട്ടില്ല ഇപ്പോഴും അന്തോണിയപ്പൻ. 90-ലേറെ വയസ്സുള്ള അന്തോണിയപ്പൻ പറഞ്ഞു, എൻ്റെ മുതുകത്ത് കമ്പവലയുടെ അടിയുണ്ട് കേട്ടോ. എന്തിനാണ് അടി കിട്ടിയതെന്നറിയുമോ? EMS 957 കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്തപ്പോൾ അതിലാവേശം കൊണ്ട് ഞാൻ EMSനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ കടപ്പുറത്തു കൂടി നടന്നപ്പോൾ നീ EMSന് മുദ്രാവാക്യം വിളിക്കുമല്ലേടാ എന്ന ചോദ്യത്തോടുകൂടി എന്റെ മുതുകത്തടിയേറ്റ കമ്പവലയുടെ അടി എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന EMSനോളം വലുതല്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ അന്തോണിയപ്പന്റെ കണ്ണിൽ ഏത് EMS സ്മാരക പ്രഭാഷണത്തെക്കാളും വലിയ EMS സ്മാരക പ്രഭാഷണമാണ് ഞാൻ കണ്ടത്. ഒരു വശത്ത് EMSും മറുവശത്ത് കർത്താവും നിൽക്കുന്ന ആ ചിത്രമല്ലാതെ പ്രിയപ്പെട്ടവരെ, ഈ സ്മാരക പ്രഭാഷണത്തിൽ എനിക്ക് നിങ്ങൾക്ക് സമ്മാനമായി തരാൻ മറ്റൊന്നുമില്ലെന്ന് ഞാൻ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അന്തോണിയപ്പനുമായി വീട്ടിൽ തിരിച്ചു എൻ്റെ നോവൽ എഴുതാൻ ആരംഭിച്ചു. അങ്ങനെ എഴുതി ഞാൻ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ എഴുത്തിന് ഫ്ലോ കുറയും, എൻ്റെ ഭാഷയ്ക്ക് ശക്തി കുറയും, എൻ്റെ അന്തനാവിൻ്റെ ജീവിതത്തെ ആവിഷ്കരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ നോവലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അന്തനാവിൻ്റെ മകന്റെ മകൾ അമരാന്ത സെർവാൻഡീസ് എന്ന ഒരു ജൻസി പെൺകുട്ടി ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, നിർത്തവിടെ, ഇനി ഞാൻ എഴുതാം എൻ്റെ അപ്പൂപ്പൻ്റെ കഥ. അമരാന്ത സെർവാൻഡീസ് എനിക്ക് വേണ്ടി ആ നോവൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അമരാന്തയ്ക്കൊരു കത്ത് വരുന്നുണ്ട്, ക്ലൗദ്യോസ് തിരുമേനിയുടെ കത്ത് ഇറ്റലിയിൽ നിന്ന്. അമരാന്ത, നീ അപ്പാപ്പന്റെ കഥ എഴുതുകയാണല്ലേ? നീ കഥ എഴുതുമ്പോൾ നീ എങ്ങനെയാണ് കഥ എഴുതേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിന്നോട് ഞാനൊരു കാര്യം പറയാം. നീ എന്ന് ചിന്തിച്ചാലും എന്തു പറഞ്ഞാലും എന്തെഴുതിയാലും നീ ജീവിക്കുന്ന കാലത്തിന്റെ രാഷ്ട്രീയം നിന്റെ എഴുത്തിലില്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ക്ലൗദ്യോസ് ഓർമ്മിപ്പിക്കും, നീ എൽ ഫാസിസ്മോ ഒറിജിനാരിയോ എന്ന ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ? സാക്ഷാൽ ഹിറ്റ്ലറും മുസോളിനിയും ഇറ്റലിയിലും ജർമ്മനിയിലും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇരട്ട കുഞ്ഞുങ്ങളെ പരിശോധനയ്ക്ക് വേണ്ടിയും പരീക്ഷണത്തിന് വേണ്ടിയും ഫാസിസത്തിന്റെ യൂജനിക്സിന്റെ ലാബിലേക്ക് കാട്ടിത്തെളിച്ചു കൊണ്ടുവരുന്ന ചിത്രം നീ കണ്ടിട്ടുണ്ട്. പച്ച ജീവനോടെ മനുഷ്യനെ സർജിക്കൽ ടേബിളിൽ പിടിച്ചു കിടത്തി അവരുടെ ഹൃദയം വലിച്ചു പറിച്ചെടുക്കുന്ന മെങ്കനസിന്റെ പരീക്ഷണശാലയെ നീ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ യഹൂദർ, നിങ്ങൾ ആര്യവംശത്തിൽ പിറന്നവരല്ല, ആകയാൽ നിങ്ങൾ ജർമ്മനിയുടെ പാപികളാകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓഷ്വിറ്റ്സിലേക്ക് വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നിർമ്മിച്ചെടുത്ത പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? അത് നീ കേൾക്കുക തന്നെ വേണം. അമരാന്ത സെർവാൻഡീസ് എന്ന പ്രഖ്യാപനത്തിന്റെ ഉള്ളിലുണ്ട് EMS പറഞ്ഞതാണ്, നിങ്ങളുടെ കാലം ഫാസിസത്തിന്റെ കാലമാണെങ്കിൽ നിങ്ങളുടെ കാലത്ത് മതവും ജാതിയും പറഞ്ഞ് ആളുകൾ ഭിന്നമായ കർത്തൃത്വങ്ങളിലേക്ക് വകതിരഞ്ഞു മാറ്റപ്പെടുകയും ആളുകൾ കൊല ചെയ്യപ്പെടുകയും കുഞ്ഞുങ്ങൾ വലിച്ചെറിയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ക്ലൗദ്യോസ് തിരുമേനിയുടെ പ്രഖ്യാപനമുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു സത്യത്തിൽ ചാർലി ചാപ്ലിന്റെ ആ പ്രസംഗം. അത് സത്യത്തിൽ ആ പ്രസംഗം ഞാനൊക്കെ നടത്തുന്ന പ്രസംഗത്തെക്കാൾ എത്രയൊക്കെയോ വരിഷ്ഠമാണ്. അത് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന സിനിമയിലെ ചില ഭാഗങ്ങൾ നമുക്ക് ഓർക്കാം. I am sorry, but I don't want to be an emperor. That's not my business. ഹിറ്റ്ലർ അനുഭവിക്കുകയും ഹിറ്റ്ലർ തന്റെ നീളൻ കുപ്പായം നീട്ടിവെച്ച് ജനങ്ങളോട് അഭിസംബോധന ചെയ്യുമ്പോൾ പറയും, ഫ്യൂറർ, I am the Führer. I am the emperor of Germany. ജർമ്മൻ ഭാഷയിൽ എന്താണ് നമ്മുടെ ദൗത്യം? നമ്മുടേതല്ലാത്ത രക്തത്തെ മുഴുവൻ ചുട്ട് കരിച്ചു കളയുകയാണ് നമ്മുടെ ലക്ഷ്യം. എന്തിനാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ? രക്തവിശുദ്ധിയില്ലാത്തവർ, പാപികൾ, ഈ നാടിനെ ഒറ്റുകൊടുക്കുന്നവർ, അവരെ മുഴുവൻ നരകത്തിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് ഹിറ്റ്ലർ കൈ ഉയർത്തുന്ന മാനറിസം ഉണ്ടല്ലോ, ആ മാനറിസത്തിനെ മിമിക്രി ചെയ്തുകൊണ്ട് സാക്ഷാൽ ചാർലി ചാപ്ലിൻ തന്റെ ഡിക്റ്റേറ്ററിൽ ആ പ്രസംഗത്തിന് ഒരു അപര വ്യക്തിത്വത്തെ നിർമ്മിച്ചെടുത്തു. ഹിറ്റ്ലർ സംസാരിക്കുന്നത് പോലെ ചാപ്ലിൻ സംസാരിച്ചു. ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു കേട്ടോ. എൻ്റെ ആഗ്രഹം ഒരു ഏകാധിപതിയായി തീരാനല്ല,
That's not my business. I don't want to rule or conquer anyone. എനിക്കാരെയും ചവിട്ടി മെതിച്ച് ഭരിക്കേണ്ട കാര്യമില്ല. I should like to help everyone if possible. നോക്കൂ, എൻ്റെ ചോരയുടെ അവസാനത്തെ തുള്ളി ഒരാളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടല്ല, ഒരാൾക്ക് ഒരു പിടി അന്നമെങ്കിലും കൊടുക്കാൻ ഉതകുമെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഉദ്യുക്തനാണെന്ന് പറയുന്ന ചാർലി ചാപ്ലിൻ നമ്മളെ ചിരിക്കിടയിലൂടെ ചിന്തിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ സത്യത്തിൽ ആ ചിരിയെ ഞാൻ ഓർത്തോർത്ത് പറയുക. ആൻ ഫ്രാങ്കിന്റെ പുസ്തകത്തിൽ ഇതെല്ലാം ഫാസിസത്തിനെതിരെയുള്ള വലിയ ശക്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ. നമ്മുടെ നാട് ഫാസിസത്തിലേക്ക് പതിയെ 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 അടിവെച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഹിറ്റ്ലറുടെ പ്രഭാഷണങ്ങൾ ആവർത്തിച്ച് പുനഃസൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വരുമോ എന്ന് നാം ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മതാധികാര രാഷ്ട്രത്തിൽ നിന്ന് ഒരു ജനാധിപത്യ ജീവി എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാൻ ആ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ട ഫുട്ബോളറുടെ ചിത്രം മാത്രം ഓർത്താൽ മതി. അഫ്ഗാൻ നാഷണൽ ടീമിലുണ്ടായിരുന്ന 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അമേരിക്ക 20 വർഷത്തെ എൻഡ്യൂറിംഗ് ഫ്രീഡം ഫോർ a struggle for enduring freedom എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തി അഫ്ഗാനെ പിടിച്ചെടുത്തൊരു പാവ ഗവൺമെന്റിനെ കൊണ്ടിരുത്തി 20 വർഷം ഭരിച്ചിട്ട് ഇനി ഞങ്ങൾക്ക് വയ്യ എന്ന് അഫ്ഗാനിസ്ഥാനെ ഉപേക്ഷിച്ചു പോയപ്പോൾ പെന്റഗണിലേക്ക് തിരിച്ചു പറന്ന അമേരിക്കൻ നേവിയുടെ ഒരു വിമാനത്തിന്റെ ചിറകിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ശ്രമിച്ച ഒരു യുവാവിന്റെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. യുവാവെ, നിനക്കറിയില്ലേ, വിമാനം എന്നത് ഏറ്റവും സുരക്ഷിതമായ ഒരു വാഹനമാണ്. ആ വാഹനത്തിന്റെ അകത്തിരിക്കുമ്പോൾ പോലും ഒരു ചെറിയ ടർബുലൻസ് വന്നാൽ കോക്പിറ്റിൽ നിന്ന് പൈലറ്റ് ഉറക്കെ ക്യാബിൻ ക്രൂവിനോട് പറയും, നിങ്ങൾ നിങ്ങളുടെ സേഫ് പൊസിഷനിലേക്ക് തിരിച്ചു പോകുക. യാത്രക്കാരോട് പറയുക, നിങ്ങൾ സീറ്റ് ബെൽറ്റ് മുറുക്കാനെന്ന് പറയുന്ന അത്ര പ്രോട്ടോകോൾ വിജിലന്റ് ആയിട്ടുള്ള ഒരു വാഹനത്തിൽ ഒരു തുരുമ്പ് കഷണം കയറിന്റെ പോലും സഹായമില്ലാതെ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ, ഈ താലിബാന്റെ പിടിയിൽ നിന്ന് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഒന്ന് രക്ഷപ്പെടുത്തുമോ വിമാനമേ, ആകാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിമാനത്തിൽ കെട്ടിപ്പിടിച്ചിരുന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരൻ ആ വിമാനം പൊങ്ങി ആകാശത്തെ തൊടുന്നതിന് മുമ്പ് നിലത്തേക്ക് വീണ് തലച്ചോറ് ചിതറിപ്പോയതിന്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാകും. ഇതാണ് ഫാസിസത്തിന്റെ രാഷ്ട്രങ്ങൾ ജനാധിപത്യവാദികളായ മനുഷ്യരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മിക്കാൻ ചാർലി ചാപ്ലിൻ നടത്തിയ ഈ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളെ ചിരിപ്പിക്കുകയില്ല എന്ന് പറയുന്ന ആ വാക്യമുണ്ടല്ലോ. ആ വാക്യം ഒരുപക്ഷെ ആൻ ഫ്രാങ്കിന്റെ ചിരിക്ക് മുന്നിൽ ചാർലി ചാപ്ലിൻ ഒന്ന് ചെറുതാക്കി മാറ്റിയതായിരിക്കാം. ആൻ ഫ്രാങ്കിനെയും നമുക്കറിയാം. ഹിറ്റ്ലറിന്റെ നാസി പട്ടാളം, പോലീസ് അവരുടെ പാർട്ടികൾ കൊണ്ട് വീടിനെ മുട്ടുമ്പോൾ നിങ്ങൾ തുറക്കൂ തുറക്കൂ എന്ന് പറയുമ്പോൾ ആ വീടിനുള്ളിൽ ഇരിക്കുന്ന ആരെയാണ് ആദ്യം കൊല്ലുക എന്ന് ഭയപ്പെട്ട് വീടിന്റെ തടങ്കൽ പാളയത്തിലേക്ക് നിലവറയിലേക്ക് ഒളിച്ചു പോയ ആൻ ഫ്രാങ്ക് അവരുടെ 3 പുസ്തകത്തിൽ സൂക്ഷിച്ചു പറയുന്ന ഒരു വാക്യമാണ്, നിങ്ങൾക്കൊന്ന് ഉറക്കെ ചിരിക്കാൻ കഴിയുമോ? ഞാനൊന്ന് നന്നായിട്ട് ചിരിച്ചിട്ട് എത്ര കാലമായെന്നറിയുമോ? ഒരു നല്ല ചിരിക്ക് 10 വലേറിയൻ ഗുളികകളെക്കാൾ ശക്തിയുണ്ട് കേട്ടോ. വിഷാദത്തിന്റെ ഗുളികകൾ കഴിച്ചു കഴിച്ചു കഴിച്ച് ഈ ഫാസിസ്റ്റ് റെജീമിന്റെ രാഷ്ട്രത്തിൽ എന്റെ മുഖം വല്ലാതെ വികൃതമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഭീതിയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്. ഈ ഭീതിക്കെതിരെയാണ് ദിമിത്രോവ് പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ ഭീതിക്കെതിരെയാണ് മുസോളിനിയുടെ പാർലമെന്റിൽ അന്തോണിയോ ഗ്രാംഷി നിറഞ്ഞു നിന്ന് സംസാരിച്ചത്. ഇതിനെയെല്ലാം സമാഹരിച്ചുകൊണ്ട് മരണക്കിടക്കയിൽ കിടന്നുപോലും EMS നമ്മളെ ഓർമ്മിപ്പിച്ച, അദ്ദേഹത്തിന്റെ നേർത്ത ചിരിയിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ച ആ സ്നേഹത്തിന്റെ പ്രകാശ ഗരിമയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നവോത്ഥാനത്തെ വിസ്മരിച്ചു പോകരുത്. ജീവിതത്തിലുടനീളം ഉടൂല് മുറിച്ച് കളയുകയും ഭക്ഷണങ്ങൾ ഇഷ്ടം പോലെ കഴിക്കുകയും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുകയും നവോത്ഥാനത്തെ ചരിത്രത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അദ്ദേഹം ക്രിട്ടിക്കലായി പറഞ്ഞു. അയ്യങ്കാളിയെ കുറിച്ച് അദ്ദേഹം വിമർശനാത്മകമായി സംസാരിച്ചു. അദ്ദേഹം പൊയ്കയിലപ്പച്ചനെ കുറിച്ച് നിശബ്ദമായി സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുമ്പോഴെല്ലാം നവോത്ഥാനത്തിന്റെ ആ സയന്റിഫിക് ടെമ്പറിനെ അദ്ദേഹം ഉറക്കെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചു. റെഡ് ഫോർട്ടിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ 1ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്
നാം ലോകത്തിന് പുതിയൊരു ചരിത്രം എഴുതി കൊടുക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച തന്റെ പുസ്തകത്തിന് ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പേരിട്ട ഇന്ത്യ മഹാരാജ്യത്തിനെ കണ്ടെത്തൽ എന്ന് ശാസ്ത്രീയമായ ഒരു പദം കൊണ്ട് തന്റെ പുസ്തകത്തിന് പേരിട്ട തന്റെ മകൾക്ക് ജയിലിൽ നിന്ന് കത്തെഴുതുമ്പോൾ, മകളെ, നീ മനുഷ്യരുടെ ചരിത്രത്തെ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് മെല്ലെ 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 തമസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശാസ്ത്രമെന്ന് പറയുന്നത് സ്യൂഡോ സയൻസായി അപഹസിക്കപ്പെടുന്ന കാലത്ത്, നിങ്ങൾ ഒരു മരുന്നും കഴിച്ചില്ലെങ്കിലും ഗോമൂത്രം കൊണ്ട് നിങ്ങളുടെ രോഗങ്ങൾ ഭേദപ്പെടുത്താനാകുമെന്ന് IIT-കളിലെ പ്രൊഫസർമാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പശുമൂത്രത്തിൽ നിന്ന് സ്വർണം കണ്ടെത്തുന്ന ഗവേഷണത്തിന് വേണ്ടി പണം അനുവദിക്കണമെന്ന് ശാസ്ത്രജ്ഞരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സ്റ്റെം സെൽസിന്റെ പരീക്ഷണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നടന്നു എന്ന് സ്യൂഡോ സയൻസ് ഇന്ത്യൻ സയൻസ് കോൺഫറൻസിലടക്കം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എയർക്രാഫ്റ്റുകളും വലിയ വിമാനങ്ങളും എയർലൈനുകളും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രാവണൻ ഉണ്ടായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സയൻസ് ദശകം എഴുതിയ സഹോദരൻ അയ്യപ്പനെ ചൂണ്ടിയിട്ടൊരിക്കൽ EMS പറഞ്ഞു. ആ സഹോദരൻ അയ്യപ്പന്റെ സയൻസ് ദശകം നമുക്ക് ഓർമ്മയുണ്ട്. ഗുരുവിന്റെ ദൈവദശകത്തിന് ബദലായി അതിനപ്പുറത്ത് ദൈവദശകത്തെ വീണ്ടും വികസിപ്പിച്ചുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞല്ലോ, കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്ത ഒരു കൂരിൽ തുറന്ന് സത്യം കാണിക്കും സയൻസിന് തൊടുന്നു ഞാൻ. എഴുതിയ സഹോദരൻ അയ്യപ്പൻ. ഈ അയ്യപ്പനോട് ഒരിക്കൽ ഗുരുദേവൻ പറഞ്ഞു, അയ്യപ്പ, നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീനാരായണ ധർമ്മസംഘത്തിന് നീ നേതാവായി മാറും. അപ്പൊ അയ്യപ്പൻ പറഞ്ഞു, പറ്റില്ല ഗുരു, എന്നെ കൊണ്ടത് പറ്റില്ല. അതെന്താ അയ്യപ്പ? സന്യാസം എനിക്ക് പറ്റില്ല ഗുരു എന്ന് പറഞ്ഞ് സഹോദരൻ ഓടി മാറി. ആ സഹോദരനാണ് ഈ സാധനം എഴുതുന്നത്. അപ്പൊ ഗുരുവിന്റെ ചില ശിഷ്യരുണ്ട്, ഏഷണിക്കാർ. അവർക്ക് അയ്യപ്പന് അത്ര പിടുത്തമില്ല. അവർ ഗുരുവിന്റെ അടുക്കൽ പോയി പറഞ്ഞു, ഗുരു, അങ്ങ് ഇവിടെ പറയും, അയ്യപ്പനത് മൂളി കേട്ടു. അപ്പുറത്തോട്ട് മാറിയിട്ട് ഇതിനെതിരെ സയൻസ് ദശകം എഴുതി. അപ്പൊ ഗുരു പറഞ്ഞു, ആണോ, അയ്യപ്പൻ അങ്ങനെ എഴുതിയോ? കൊള്ളാം എന്ന് ഹൃദയത്തിൽ വെച്ച് അദ്ദേഹം പ്രിയപ്പെട്ടവനായി അംഗീകരിച്ച ഈ സഹോദരൻ അയ്യപ്പൻ ഒരു ധർമ്മസംഘത്തിന്റെ ചാർജ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റെടുക്കാതെ മാറിക്കളഞ്ഞു. പക്ഷേ ഗുരുവിന്റെ സമാധി കഴിഞ്ഞിട്ട് SNDP പ്രസ്ഥാനവും ശ്രീനാരായണ ധർമ്മസംഘവും തമ്മിൽ 20 കൊല്ലം നീണ്ടുനിന്ന ഒരു കോടതി വ്യവഹാരം നടന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നുണ്ടാവും. ഗുരുവിന്റെ സമാധിയുടെ 41ാമത്തെ ദിവസം ശിവഗിരിയിൽ ഉണ്ടാക്കി വെച്ച ചോറ് പോലും വിതരണം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ SNDPയും ധർമ്മസംഘവും സന്യാസിമാരും തമ്മിൽ കൊടുമ്പിരി കൊണ്ടാടി 20 കൊല്ലം നീണ്ടു നിന്നു. ഒടുവിൽ അയ്യപ്പനും TK മാധവനും ചേർന്ന് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ അടി അവസാനിപ്പിച്ചത് എന്നുള്ളതും കേരള ചരിത്രത്തിലുണ്ട്. ഈ കലഹത്തിന്റെ മധ്യത്തിലൊരിടത്ത് സഹോദരൻ അയ്യപ്പൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ അടി കാണുമ്പോൾ ശ്രീനാരായണ ധർമ്മത്തെ ഏറ്റെടുക്കാൻ നീ തയ്യാറാകണേ അയ്യപ്പ എന്ന് എന്റെ ഗുരു പറഞ്ഞത് ഞാൻ അനുസരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നിപ്പോവുകയാണെന്ന് പറഞ്ഞ ഈ അയ്യപ്പൻ പിന്നെ 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 നിശബ്ദമാകുന്നത് നമ്മൾ കാണുന്നു. ഒരു പ്രസംഗവേദിയിൽ സഖാവീയം സംസാരിക്കാൻ എത്തുമ്പോൾ മുന്നിലിരിപ്പുണ്ട് സഹോദരൻ അയ്യപ്പൻ വിനയാന്വിതനായി. എണീറ്റ് നിന്നിട്ട് മൈക്കിലൂടെ പറഞ്ഞു, സഹോദരൻ അയ്യപ്പൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുകയോ, അയ്യപ്പനെ പോലെ ഒരാൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്ത് പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞ ആ ഇന്റലക്ച്വൽ വ്യക്തിത്വങ്ങളുണ്ടല്ലോ, കേരള സമൂഹത്തെ നാം ഈ കാണുന്ന രൂപത്തിലേക്ക് വികസിപ്പിച്ചെടുക്കുന്നതിന് ചൂടും ചൂരും കൊടുത്ത തലച്ചോറിലെത്തുന്ന ആ ധൈഷണിക വ്യക്തിത്വങ്ങളുടെ ഓർമ്മകൾ എത്രമേൽ ഗഹനമായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. നാം അതിനെയാണ് കൾച്ചറൽ സിംബയോസിസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഒരു ആപ്പ് ചായയുടെ അപ്പുറവും ഇപ്പുറവും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ടല്ലോ. കുറെ നാളുകൾക്ക് മുൻപ് കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഊട്ടി കാണാൻ പോകുന്നു. എൻ്റെ ജീവിത പങ്കാളി ഇപ്പുറത്തുണ്ട്, മക്കൾ അപ്പുറത്തുണ്ട്, 3 പേര്. 3 കൂടെ ഊട്ടി കാണാൻ പോകുമ്പോൾ കിലുക്കത്തിലെ ഊട്ടിയല്ല, അത് കുനൂരിലെ ഊട്ടി, നമ്മൾ കാണാത്തൊരു ഊട്ടിയാണ് കിലുക്കത്തിലെ ജോജിയുടെ ഊട്ടി. സത്യത്തിൽ ആ ഊട്ടി കാണാൻ പോയിട്ട് കേരളത്തിൽ നിന്ന് വണ്ടി പിടിച്ചു പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. എവിടെ എൻ്റെ ജോജി, എവിടെ ജ്യോതി, എവിടെ മിച്ചൽ? നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ് എടുക്കാമെന്ന് പറഞ്ഞാൽ
ആ ഊട്ടിക്കകത്തുകൂടി സഞ്ചരിക്കും. പണി തീരാത്ത വീടില് പ്രേംനസീറിന്റെയും ബഹദൂറിന്റെയും ഊട്ടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിശാലമായി കിടക്കുന്ന CSI ചർച്ചിന്റെ അകത്തേക്ക് ഞങ്ങൾ കയറിപ്പോയി. ഞാനപ്പോ എന്റെ കുടുംബിനിയോട് പറഞ്ഞു, നമുക്കിന്ന് ഈ പള്ളിയിലെ കുർബാന ഒന്ന് കൊണ്ടാലോ? നല്ല ഒന്നാന്തരം ഇംഗ്ലീഷ് കുർബാന. സാക്ഷാൽ ഫ്രാൻസിസ് പാപ്പ 2021 ഉറുബിയെ തുറുബിയുടെ മധ്യത്തിൽ കോവിഡ് പിടിപെട്ട് ആളുകൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചു പിടഞ്ഞു വീടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പാപ്പ ഏകാന്തരായി തന്റെ അംഗരക്ഷകരെ എല്ലാം ദൂരെ മാറ്റി നിർത്തി ആ വത്തിക്കാനിലെ സെയിന്റ് മാർസെല്ലസ് ശില്പത്തിന്റെ അടുക്കലേക്ക് നടന്നു ചെന്ന് ക്രൂസിഫൈ ചെയ്യപ്പെട്ട കർത്താവിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പാ, നീ കാണുന്നില്ലേ? മനുഷ്യർ പിടഞ്ഞു വീഴുന്നത് നീ കാണുന്നില്ലേ? അപ്പാ, നീ ഈ രോഗത്തെ മാറ്റിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് പാപ്പ ചത്വരത്തിന്റെ മുകളിലെ ബാൽക്കണിയിൽ വന്നു നിന്ന് ലോകത്തെ അഭിസംബോധന ചെയ്തപ്പോ ആ ലൈവ് സ്ട്രീമിംഗിൽ പങ്കെടുത്ത ഒരാളാണ്. വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം, നീ ജനിച്ചത് ഈ മതത്തിലല്ലല്ലോ, നിന്റെ പ്രവാചകൻ കർത്താവല്ലല്ലോ, നിന്റെ ഈശ്വര സങ്കല്പം കർത്താവല്ലല്ലോ, നിന്റെ നേതാവ് ഫ്രാൻസിസ് പാപ്പയല്ലല്ലോ, പിന്നെ നീ എന്തിനീ ലൈവ് സ്ട്രീമിംഗിൽ പങ്കെടുക്കുന്നു എന്ന് ചോദിക്കാം. പക്ഷെ അപ്പോൾ ഞാൻ പറയും, കർത്താവ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല, അത് സകലമായ മനുഷ്യരുടെയും വേദനകൾ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മുഖവുമായി നമുക്കിടയിലേക്ക് വന്ന ആശ്വാസത്തിന്റെ പേരാകുന്നു എന്ന പ്രഖ്യാപനം ഫ്രാൻസിസ് പാപ്പ അവിടെ നടത്തിയത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവര്, അല്ലയോ മനുഷ്യരെ, മഹാജനങ്ങളെ, നാം ഒരു വലിയ ദുരന്തത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ആ ദുരന്തത്തെ നാം ഒരു വഞ്ചിയിൽ തന്നെ അതിജീവിക്കും കേട്ടോ. നാം ഒരു വഞ്ചിയിൽ എന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തൊട്ടപ്പുറത്ത് നമ്മുടെ നാട്ടിലെ ചില പുരോഹിതന്മാർ പറഞ്ഞത്, ക്രിസ്ത്യാനിയുടെ കടയിൽ മാത്രം കയറിയാൽ മതി, മുസ്ലിമീങ്ങളുടെ വാഹനം മാത്രം ഉപയോഗിച്ചാൽ മതി, ഹിന്ദുക്കൾ അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ നാം ഇതുവരെ കേൾക്കാത്ത രീതിയിൽ നമ്മെ ഭിന്ന 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 കർത്തൃകങ്ങളാക്കി മാറ്റുന്ന തരത്തിൽ ആ അസഹിഷ്ണുതമെല്ലാം കളം പിടിച്ചു വരുമ്പോൾ സങ്കടം പറയാതിരിക്കാൻ വയ്യ. ബാബരെയും അത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഇന്നലെ കേട്ടത് ബാബർ ഒരു അക്രമകാരിയാണ് അത്ര. എന്റെ കാര്യം വിടൂ, ഇവിടെ ഇരിക്കുന്ന അധ്യക്ഷന്റെയും സ്വാഗത പ്രാസംഗികന്റെയും കൃതജ്ഞതാഭാരമേറ്റ് നിൽക്കുന്ന പ്രിയപ്പെട്ട സാറിന്റെയും കാര്യം വിടൂ, നമ്മുടെ കാര്യം വിടൂ. പക്ഷേ ബാബരെ അക്രമി എന്നൊക്കെ പറയുമ്പോൾ അയ്യപ്പ സ്വാമീന്റെ ചങ്കിലത് എത്രമാത്രം കൊള്ളുമെന്നുള്ളത് പ്രസംഗിക്കുന്നവർ ഓർക്കണമേ എന്ന് പറയുന്നതിന്റെ പേരാണ് കൾച്ചറൽ സിംബയോസിസ്. നാം സാഹോദര്യത്തിന്റെ മടിത്തട്ടിൽ ജനിച്ചു വീണവരാകുന്നു. നമ്മളെ കള്ളിതിരിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന ദൈവപ്രസാദത്തിന്റെ പ്രഖ്യാപനമായി 18 പടിക്ക് മുകളിലിരിക്കുന്ന തത്വമസി, അതിന് താഴെ ഇതാ കുരുമുളകും പഞ്ചസാരയുമായിരിക്കുന്നു ബാബർ. ബാബർ അക്രമകാരിയോ എന്ന ചോദ്യത്തിന് ചരിത്രത്തിലൊരു പ്രഖ്യാപനമുണ്ട്. സാക്ഷാൽ പന്തളം രാജവംശത്തിന്റെ മഹാരാജാവ് കൊല്ലവർഷം 968 കർക്കടകം ഞായർ 15-ാം തീയതി, അതിനൊരു 100 കൊല്ലം മുമ്പ് വേറൊരു ചെമ്പ് പട്ടയമുണ്ട്, അത് ഞാൻ വായിക്കുന്നില്ല, സമയം നീണ്ടുപോകും. ഈ കൊല്ലത്തിൽ പുറപ്പെടുവിച്ച ഒരു ചെമ്പ് പട്ടയത്തിൽ സ്പഷ്ടമായി ആരാണ് ബാബർ എന്ന് പറയുന്നത്. കാഞ്ഞിരപ്പള്ളി പ്രവൃത്തിയിൽ, കാഞ്ഞിരപ്പള്ളി മുറിയിൽ പള്ളി വീട്ടിൽ കുടിയിരിക്കും ശിങ്കാര മുഹമ്മദ് മഹദുവിന് ഉടയപേർക്കായി നമ്മുടെ വകയായി എഴുതി തീരുവയില്ലാത്ത ശബരിമല ക്ഷേത്രത്തിൽ, അത് കഴിഞ്ഞുണ്ട്, ആയുർവേദ ഗുരുഭൂതറായ ബാബർ സ്വാമിക്ക്, മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, ബാബർ ആരാണെന്നുള്ള ചോദ്യത്തിന് പന്തളം രാജാവിന്റെ ചെമ്പ് പട്ടയം പറയുന്ന മറുപടിയാണ്, ബാബർ സ്വാമി എന്ന ആയുർവേദ ഗുരുഭൂതർ എന്ന സൂഫി മിസ്റ്റിക്. സകലമായ ദൈവങ്ങളും ഒന്ന് തന്നെ, നമുക്ക് മുന്നിൽ ദൈവങ്ങൾക്ക് ഭേദബുദ്ധിയില്ല. ഒരുപക്ഷെ ഇത് ഞാൻ മനസ്സിലാക്കിയത് ചെമ്പഴന്തിയിൽ വെച്ചാണെന്ന് ഞാൻ ഇതിനു മുമ്പ് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ചെമ്പഴന്തിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ശ്രീ വാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദകി ഭയനിവാരണ ചക്രപാണ് ശ്രീ വത്സവത്സ സകലാമയ മൂലനാശൻ ശ്രീ ഭൂപദേ ഹരഹരേ സകലാമയമ്മേ എന്ന പ്രഖ്യാപനം. ദൈവം സകലമായ മനുഷ്യരുടേതും. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട മേൽവിലാസം ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അല്ലയോ മനുഷ്യരുടെ ദൈവമേ, മനുഷ്യരുടെ പടച്ചവനെ, മനുഷ്യന്റെ കർത്താവിനെ, മനുഷ്യരുടെ അയ്യപ്പ സ്വാമിയെ,
മനുഷ്യരുടെ അള്ളാഹുവിനെ, മനുഷ്യരുടെ മോസസിനെ, മനുഷ്യരുടെ മുഹമ്മദ് മുസ്തഫാനെ കള്ളി തിരിച്ചുകൊണ്ട് വർഗീയതയുടെ ഇന്ധനമാക്കി തീർക്കാൻ ശ്രമിക്കുന്നവർ ആരായാൽ തന്നെയും അവർക്കെതിരെ നാം നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കണമെന്നുള്ളത് പ്രിയപ്പെട്ട EM നിരന്തരമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ വർത്തമാനത്തെ നീട്ടുന്നില്ല. ഇതിനെല്ലാം നമുക്ക് ബലം തരുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, ഇന്ത്യൻ ഭരണഘടന. അതിന്റെ സയന്റിഫിക് ടെമ്പർ മുൻനിർത്തിയാണ് 51AH മുൻനിർത്തിയിട്ടാണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഹൈപ്പോത്തറ്റിക്കലായി സംസാരിക്കുകയാണ്, റാഷണലായി പഠിച്ച അറിവിനെ മുഴുവൻ കൊണ്ടുവച്ചിട്ട് സ്നേഹത്തിന്റെ രാഷ്ട്രീയം പറയാൻ, EMന്റെ തത്വചിന്ത പറയാൻ ശ്രമിക്കുകയായിരുന്നു ഭരണഘടന മുൻനിർത്തി ഞാൻ ശ്രമിച്ചത്. നമ്മുടെ ഭരണഘടനാ വിധാതാക്കൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ സാക്ഷി നിർമ്മിക്കും. ഒരു ഭരണഘടനയെ നാം നിർമ്മിച്ചെടുക്കുമ്പോൾ ആ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന സമാനതകളില്ലാത്ത ഒരു ഭരണഘടനയായി തീരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അമേരിക്കൻ ഭരണഘടനയ്ക്ക് പോലും എത്രയോ ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എണ്ണുന്നത്ര ഭേദഗതിയേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക്, ഈ ഭരണഘടനയുടെ ഏറ്റവും മൗലികമായ സ്വഭാവം, ഈ ഭരണഘടന ഭരണകൂടത്തിനു മുകളിലാണ്. ഭരണകൂടമല്ല ഭരണഘടനയെ നിർമ്മിക്കുന്നത്. ഈ അസംഷൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ മനുഷ്യരും ഫ്യൂഡലിസത്തിന്റെ ചാട്ടവാറടി ഏറ്റുവാങ്ങിയവരാണ്. അവർക്കറിയാം രാജാധിപത്യം എന്താണെന്നുള്ളത്, അവർക്കറിയാം കൊളോണിയലിസം എന്താണെന്നുള്ളത്. ഭരണകൂടത്തെ കെട്ടഴിച്ചു വിട്ടാൽ ആ ഭരണകൂടം ഏകാധിപത്യത്തിലേക്ക് ചെന്നു ചേരുമെന്ന് കൃത്യമായി അറിയാവുന്ന തലച്ചോറുള്ള ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഒരു ഘട്ടത്തിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നിന്ന് ഉയർന്നു വന്ന നാം ഗ്രാമങ്ങളെ മാതൃകയാക്കണമെന്ന് പറഞ്ഞപ്പോ അംബേദ്കർ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗ്രാമമല്ല 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 നമ്മുടെ മാതൃക. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന സോവറിറ്റിയുടെ എല്ലാ പില്ലറുകളെയും ജനാധിപത്യപരമായി നിലനിർത്തുന്നതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സകലമായ സ്രോതസ്സുകളെയും നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് EMS പറഞ്ഞത്, നിങ്ങൾ എഴുത്തുകാരാണോ, സാഹിത്യമാണ് നിങ്ങൾ ജനാധിപത്യത്തിന്റെ ഭൂമിക. നിങ്ങൾ അധ്യാപകരാണോ, ക്ലാസ് മുറിയാണ് നിങ്ങളുടെ ജനാധിപത്യത്തിന്റെ ഭൂമിക. നിങ്ങൾ സ്റ്റുഡന്റ് ആണോ, പാഠപുസ്തകമാണ് നിങ്ങളുടെ ജനാധിപത്യത്തിന്റെ ഭൂമിക. നിങ്ങൾ ശാസ്ത്രജ്ഞരാണോ, ശാസ്ത്രമാണ് നിങ്ങളുടെ ജനാധിപത്യത്തിന്റെ ഭൂമിക. നിങ്ങൾ അവിടെ ജാഗ്രത കാണിക്കാതിരിക്കുകയാണെങ്കിൽ ഫാസിസം ശത്രുക്കൾ, രാഷ്ട്രത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ അതിനുള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് നാം നേടിയെടുത്ത സകലതിനെയും അവസാനിപ്പിക്കുമെന്ന് EMS പറയുകയുണ്ടായി. ഞാൻ പ്രസംഗത്തെ ചുരുക്കുകയാണ്. എനിക്ക് ഒരുപാട് ഇനിയും പറയണമെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വിമാനത്തെ ലാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ലാൻഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് ഇതിനു മുമ്പുള്ള പ്രസംഗത്തിലും ഒന്ന് രണ്ടിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, കേരള സർവകലാശാലയുടെ ഒരു പഴയ വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു, പ്രൊഫസർ A. അയ്യപ്പൻ. അയ്യപ്പനും EMSും തമ്മിലും ബന്ധമുണ്ട്. അയ്യപ്പന്റെ കൾച്ചറൽ സോഷ്യൽ റെവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് എന്ന് പറയുന്ന തീസിസിൽ അബോധമായി EMS ഉണ്ട്. പൊന്നാനി താലൂക്കിലെ ഒരു ഗ്രാമത്തെ മാതൃകാ സ്ഥലമായി എടുത്തുകൊണ്ട് കേരള നവോത്ഥാനവും ആധുനിക കേരളവും എങ്ങനെ രൂപപ്പെട്ടു എന്ന പഠനം പ്രൊഫസർ A. അയ്യപ്പൻ നടത്തിയിരിക്കുന്ന കൃതിയാണ് സോഷ്യൽ ചേഞ്ച് ഇൻ എ കേരള വില്ലേജ്. ആ A. അയ്യപ്പന്റെ എനിക്കിഷ്ടപ്പെട്ട പുസ്തകം ദ പേഴ്സണാലിറ്റി ഓഫ് കേരള എന്ന പുസ്തകമാണ്. ആ പേഴ്സണാലിറ്റി ഓഫ് കേരള എന്ന പുസ്തകം അയ്യപ്പനൊരു പ്രത്യേക പദവി കൂടി കൊടുക്കുന്നു. നിങ്ങൾക്ക് കേരളത്തിലെ തനതായ ഒരു ആന്ത്രോപോളജിസ്റ്റിന്റെ പേര് പറയാമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അത് പ്രൊഫസർ അയ്യപ്പൻ. ആന്ത്രോപോളജിസ്റ്റിന് എന്താ ഇത്ര പ്രാധാന്യം? EMSന്റെ ഗുരു ഉണ്ടല്ലോ ഏംഗൽസിന്റെ കൃതികളിൽ എമ്പാടും ആവർത്തിക്കുന്ന ഒരു ആന്ത്രോപോളജിസ്റ്റ് ഉണ്ട്, മോർഗനെ മുൻനിർത്തിയിട്ടാണ് എംഗൽസ് കുടുംബത്തിൽ സ്ത്രീക്കുള്ള പ്രാധാന്യം, അധ്വാനത്തിൽ നിന്ന് വാനരനിൽ നിന്ന് നരനിലേക്കുള്ള പരിവർത്തനത്തിൽ അധ്വാനത്തിന്റെ പങ്ക് മുതലായ പ്രസിദ്ധമായ തീസിസിലെല്ലാം ഈ മോർഗനെ എംഗൽസ് കോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ മോർഗനെ പോലൊരു മോർഗൻ നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് പ്രൊഫസർ A. അയ്യപ്പൻ. ഈ അയ്യപ്പന്റെ പേഴ്സണാലിറ്റി ഓഫ് കേരളയിൽ മാർഗരറ്റ് മീഡ് എന്ന് പറയുന്ന
പ്രസിദ്ധയായ ഒരു സോഷ്യൽ സയന്റിസ്റ്റിന്റെ 3 ചിന്തകൾ അയ്യപ്പൻ ഉപയോഗിച്ചിട്ടുണ്ട്, 3 സങ്കല്പം. പഠിക്കാൻ വളരെ എളുപ്പമാണ്, അക്കാഡമിക്കായിട്ട് നമുക്ക് ആലോചിക്കാം. ഒന്ന്, ഏത് സമൂഹത്തെ നമുക്ക് 3ആയി തിരിക്കാം. പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റി, പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി ആൻഡ് കോൺഫിഗറേറ്റീവ് സൊസൈറ്റി. പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം ആയിരക്കണക്കിന് വർഷം മാറാതെ നിൽക്കുന്നു. അവിടെ അപ്പൂപ്പന്മാർ പറയുന്നു, ചെറുപ്പക്കാർ കേൾക്കുന്നു. തമ്പുരാൻ പറയും, അടിമകൾ കേൾക്കും. പിടികിട്ടിയോ? പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റി. നമ്മുടെ കാലത്ത് ചില തമ്പുരാക്കന്മാരുണ്ടായി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. ഉടുപ്പ കൂലിക്കളയുന്നു, ഞാൻ തമ്പുരാൻ, നിങ്ങൾ പ്രജ, ഞാൻ പറയും, നിങ്ങൾ കേൾക്കണം. അവർ ആഗ്രഹിക്കുന്ന എന്ത് സൊസൈറ്റിയാ? പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റി. ഇത് പറയുമ്പോൾ പ്രായമാണ് വാർദ്ധക്യത്തിന് അടിസ്ഥാനമെന്ന് ആരും വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും യുവാവായ മനുഷ്യന്റെ പ്രായം 92 വയസ്സാണ്. ഒരാൾ VS അച്യുതാനന്ദനാണ്. പക്ഷെ അതുക്ക് മേലെ ഒരു യുവാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ പേരാണ് പൊൻകുന്നം വർക്കി. കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്, കണ്ണ് തള്ളി. കോട്ടയത്ത് MG സെമിനാരി സ്കൂളിന്റെ മൈതാനത്തിൽ കേരള സ്കൂൾ യുവജനോത്സവത്തിൽ സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കാൻ ഈ പൊൻകുന്നം വർക്കി വന്ന് നിന്നു. എനിക്കറിഞ്ഞൂടെ ഇദ്ദേഹം മോഡൽ എന്ന കഥ എഴുതി CPI വരട്ടിയ ആളാണ്. അപ്പൊ ഈ പോഡിയം എന്ന സാധനം വർക്കി ഉപയോഗിക്കും. അത് ദൂരെ കളഞ്ഞിട്ട് മൈക്കെടുത്ത് അപ്പുറത്തോട്ട് വെച്ച് സംസാരിക്കും. പിറകിൽ DC കിഴക്കേമുറി, ചെമ്മനം ചാക്കോ, സാഹിത്യ പ്രതിഭകൾ, കുഞ്ഞുണ്ണി മാഷ് അടക്കമുള്ളവർ, സകലമായ വ്യക്തിത്വങ്ങൾ വർക്കി മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. വർക്കിയുടെ മുണ്ടഴിഞ്ഞു. ഞാൻ വിചാരിച്ചു, അയ്യോ ഇപ്പൊ എല്ലാം അഴിഞ്ഞ് താഴെ വീഴും. പക്ഷെ നല്ല പശയിട്ട് മുക്കി തേച്ച മുണ്ടായതുകൊണ്ട് പെട്ടെന്ന് വീഴുന്നില്ല. കർട്ടൻ പെട്ടെന്ന് താഴോട്ട് വീഴുന്നില്ല. അവിടെ ഇങ്ങനെ പതിയെ. സാധാരണ ഏത് ബലിഷ്ഠനായ ആളായാലും മുണ്ടഴിഞ്ഞാൽ നടു കുനിയില്ലേ, പിടിക്കുമല്ലോ. വർക്കിക്ക് ഒരു കൂസലില്ല. വർക്കി വർത്താനം തുടരുന്നു, സഹായിയെ വിളിക്കുന്നു, ജോലി മോനെ വള, മോൻ വരുന്നു, കെട്ടിക്കൊടുക്കുന്നു. എന്താണ് ഈ മനുഷ്യന്റെ നട്ടല് വളയാത്തത്? ഇമാതിരി ഗഡ്സോ, എന്നെ അഹങ്കാരമായിരുന്നു എന്നുള്ളത് അന്നത്തെ എന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ കണ്ണിൽ കയറിയെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് കെനിയയിലെ മരങ്ങൾ മുഴുവൻ വെട്ടിമുറിപ്പിച്ച കൊളോണിയലിസത്തിന് സമരം ചെയ്ത് കെനിയയിലെ ആദ്യത്തെ PhD-കാരെ, ആഫ്രിക്കൻ PhD നേടിയ വങ്കാരി മതായിയുടെ അൺബോർഡ് എന്ന ആത്മകഥ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നട്ടല് കുനിയാതെ എന്നോ തല കുനിയാതെ എന്നോ അർത്ഥം പറയാവുന്ന അൺബോർഡിന്റെ തലമുറയിൽപ്പെട്ട ഇനങ്ങളായതൊക്കെ. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് IMS. അതിനെ കുലിക്കാൻ പറ്റില്ല. ആ തലമുറയിൽപ്പെട്ടയാളാണ് പൊൻകുന്നം വർക്കി. ആ തലമുറയുടെയൊക്കെ തണലിൽ വളർന്നു വന്ന ആള് വൈലോപ്പള്ളി ശ്രീധരനാണ്. ഈ പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റി ആയിരുന്ന കേരളത്തെ ഒന്ന് തള്ളാൻ ശ്രമിച്ചു കോൺഫിഗറേറ്റീവ് സൊസൈറ്റി. കോൺഫിഗറേറ്റീവ് എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, മാറ്റം പ്രത്യക്ഷമല്ല. പക്ഷേ അതല്ല പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. സകലമാന അനാചാരങ്ങളും ചോദ്യം ചെയ്യപ്പെടും. ചെറുപ്പക്കാർ എണീറ്റ് നിന്ന് പ്രതിരോധിക്കും. ചോര തുടിക്കും ചെറുകൈകളെ, പേറുക വന്നീ പന്തങ്ങൾ. ഈ വിപ്ലവത്തിന്റെ പേരാണ് പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. സത്യത്തിൽ വൈലോപ്പള്ളിയുടെ പ്രസിദ്ധമായ മറ്റൊരു കവിത പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ആ കവിത മല തുരക്കൽ എന്ന കവിതയാണ്. ഈ മല തുരക്കാൻ പറ്റുമോ മകനെ എന്ന് അപ്പന് സംശയം. അപ്പൊ മകൻ പറയുകയാണ്, അപ്പ പറ്റും, അപ്പ പറ്റും, മർത്യവീര്യമീ അദ്രിയ വെല്ലും. മനുഷ്യന്റെ വീര്യം ഈ മലയെ തുരക്കും. 1-ാം വർഷം അവര് കള്ളുഷാപ്പിൽ ഒത്തുകൂടിയപ്പോ പറഞ്ഞില്ല, ഭരണാധികാരികൾ നമ്മളെ കൊല്ലാൻ പോവുകയാണ് മോനെ, ഈ ഇതിലൂടെ ആദിവണ്ടി വരാൻ വേണ്ടി നമ്മുടെ ജീവിതം ഹോമിക്കണോ? മകൻ അപ്പോഴും പറയും, തുരക്കും അപ്പ തുരക്കും, മർത്യവീര്യമീ അദ്രിയ വെല്ലും. 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം 5 കൊല്ലം 6 7 9 10 12 ഒരു പ്രതീക്ഷയില്ല. പക്ഷെ 12-ാം കൊല്ലത്തിന്റെ ഒടുവിൽ ഒരു ദിവസം ചുറ്റിക അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകനിപ്പുറത്തുനിന്നൊരു ശബ്ദം കേട്ടു, തൊട്ടപ്പുറത്തൊരു ശബ്ദം, അപ്പന്റെ ചുറ്റികയുടെ ശബ്ദം. മകൻ ചോദിച്ചു, അപ്പാ തൽ പണിക്കര് വിട്ടവൻ കൂവി, അപ്പാ എന്നൊച്ച അങ്ങ് കേൾക്കാമോ? അപ്പൊ അപ്പൻ പറയുന്ന മറുപടി, എന്റെ അപ്പനെ നല്ല അസലായിരുന്നു. അപ്പം മോനെ വിളിക്കുന്ന വിളിയാ അപ്പനെ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു മക്കളെ,
കാര്യമൊക്കെ നീ എൻ്റെ മോനൊക്കെ തന്നെയാണ്, പക്ഷേ മർത്യവീര്യത്തിന്റെ കാര്യത്തിൽ നിങ്ങളാണ് ഞങ്ങളുടെ അപ്പൻ. ഈ മാറ്റമാണ് കേരളത്തിന്റെ നവോത്ഥാനം, കേരളത്തിന്റെ ചരിത്രം. ആ ചരിത്രത്തിന്റെ നായകനായി നിന്നുകൊണ്ട് മനുഷ്യരിലേക്ക് നമ്പൂതിരി വർഗത്തെ കൊണ്ടുവരിക എന്ന മുദ്രാവാക്യം ഓങ്ങല്ലൂരിൽ EMS നടത്തുകയുണ്ടായി. ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞാൽ നിർത്തുകയാണ്. ഒറ്റ കാര്യം കൂടെ പറയാതെ നിർത്തിയാൽ എനിക്കൊരു ചന്തമില്ല. അതാണ് കുറെ ദിവസമായിട്ട് എൻ്റെ ഒരു രസം. ഈ കേരള നവോത്ഥാനത്തിന്റെ ഘട്ടത്തിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിനപ്പുറത്ത് കാർത്തികപ്പള്ളിയിൽ ഒരു മോലാളി ഉണ്ടായിരുന്നു. ആ മോലാളിയുടെ പേരാണ് ആലുമൂട്ടിൽ ചാന്നാർ. പുള്ളിന്റെ മേട ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടു, കണ്ണ് തള്ളിപ്പോകും. തിരുവിതാംകൂർ രാജാവ് കാറ് വാങ്ങുന്നതിന് മുമ്പ് കാറ് വാങ്ങിയ ആളാണ് ആലുമൂട്ടിൽ ചാന്നാർ. പക്ഷെ ആലുമൂട്ടിൽ ചാന്നാർക്ക് ഒരു ദുര്യോഗമുണ്ട്. ഈ കാറും കൊണ്ട് അമ്പലപ്പുഴ അമ്പലത്തിനടുത്തൂടെ പോയാൽ ചാന്നാർ ഇറങ്ങി കിലോമീറ്റർ അപ്പുറത്തൂടെ നടന്നങ്ങ് വരണം. ഡ്രൈവർ ഈ വണ്ടിയിൽ ഓടിച്ച് അമ്പലത്തിന്റെ മുമ്പിലൂടെ പോകും. അതായിരുന്നു കേരളം. ഇതായിരുന്നു വൈക്കം ക്ഷേത്രത്തിന്റെ മുന്നിലെ അവസ്ഥ. സമരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ ആലുമൂട്ടിൽ ചാന്നാർ ജനിച്ചു നിർമ്മിച്ച മേടയിലേക്ക് ഒരു ദിവസം ഗുരു വന്നു. പക്ഷെ ചാന്നാർ ഗുരുവിനെ അപഹസിച്ച് പറഞ്ഞു വിട്ടു. പിന്നെ തിരിച്ചുപോയി മാപ്പ് പറഞ്ഞ് വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ഗുരുവിന്റെ മുന്നിൽ ആലുമൂട്ടിൽ ചാന്നാർ സാഷ്ടാംഗം നമസ്കരിച്ചു. ആ പ്രദേശത്ത് ഗുരു നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് അനാചാരങ്ങൾ ഗുരു ആ മേടയിൽ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ ആലുമൂട്ടിൽ ചാന്നാർ നമുക്കിപ്പോ പ്രിയപ്പെട്ട ആളാണ്. അയാളുടെ പേരാണ് കാരണവർ. എവിടെ? മണിച്ചിത്രത്താഴിലെ കാരണവർ. ബാക്കിയൊക്കെ മധുമുട്ട അടിച്ചു കയറ്റിയ സാധനമാണ്. നർത്തകി, അപ്പുറത്തെ പാട്ടുകാരൻ, നകുലൻ. പക്ഷെ ചാന്നാർ കംപ്ലീറ്റ് കറക്റ്റാണ്. ഈ ചാന്നാരുടെ തറവാടായ മാടമ്പള്ളി തറവാട്ടില് ഭ്രാന്ത് ചികിത്സിക്കാൻ അതാ വരുന്നു ഡോക്ടർ സണ്ണി. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ. ആ മോഹൻലാൽ ഒരു മലയാള കവിതയാണെന്ന് ഞാൻ പറയും. മോഹൻലാൽ എന്ന മലയാള കവിത എന്ന എൻ്റെ ലേഖനം ഈ ചൊവ്വാഴ്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ ലേഖനം വായിക്കണമെന്ന് കൂടി ഒരു തഞ്ചത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞു വെച്ചുകൊണ്ട് പറയുകയാണ്. ഈ ഡോക്ടർ സണ്ണി അവിടെ കയറി വരുന്നു. ഈ ഡോക്ടർ സണ്ണിയുടെ ചെയ്തികൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മോഹൻലാൽ 2 സിനിമകളിൽ സണ്ണി എന്ന പേര് സ്വീകരിച്ചിട്ടുണ്ട്. ഒന്ന് ഉള്ളടക്കം എന്ന ഭ്രാന്തിന്റെ ചികിത്സയിൽ സണ്ണി. പക്ഷെ ആ സണ്ണി മരുന്ന് കുടിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർ. മരുന്ന് കൊടുക്കും. അയാൾ ചികിത്സിക്കുന്ന പെൺകുട്ടിക്ക് അയാളോട് പ്രണയമുണ്ടാകും. അപ്പോൾ അതിന്റെ പേരിൽ ഇയാളുടെ ഭാര്യയെ കൊല്ലും. ശോഭനയെ. മരുന്നാണ് അയാളുടെ ഔഷധം. അയാൾ ഒരു സൈക്കോ അനലിസ്റ്റാണ്. അയാൾ ഒരു ഫ്രോയിഡിയൻ ഡോക്ടറാണ്. പക്ഷേ മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി അങ്ങനല്ല. ഡോക്ടർ സണ്ണിയുടെ പ്രഖ്യാതമായ ഡയലോഗ്, മറ്റാരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ചിലപ്പോൾ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും. ഈ വാക്യം തന്നെ ഡോക്ടർ സണ്ണി ഫ്രോയിഡിയൻ അല്ല, യുങ്ങിയനാണെന്ന് തെളിയിക്കുന്നത്. ആരാ യുങ്ങിയൻ? കാൾ ഗുസ്താഫ് യുങ്. സൂര്യക്കറിയാം. മനഃശാസ്ത്ര നിരൂപണത്തിലൊക്കെ നന്നായി ലീലാവതി ടീച്ചറൊക്കെ പഠിച്ചവർക്ക് നന്നായിട്ട് അറിയാം. ഈ കാൾ ഗുസ്താഫ് യുങ് ഒരു ഭയങ്കര സാധനമാണ്. ഒരുപാട് സഞ്ചരിക്കുന്ന ആളാണ് കാൾ ഗുസ്താഫ് യുങ്. ഇത് ഡോക്ടർ സണ്ണിക്കുമുണ്ട്. ഒരു സൈക്കിൾ എടുത്ത് കിണ്ടിയെ പിടിച്ച് ഏവൂർ എന്ന് പറയുന്ന 70 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗ്രാമത്തിൽ പോയി ഗംഗയുടെ രോഗം കണ്ടുപിടിച്ചു. എന്താ ഗംഗയ്ക്ക് രോഗം വരാനുള്ള കാരണം? പട്ടുകൾ മൊത്തം കേട്ട് തല നിറച്ചതാണ് പ്രശ്നം. അമ്മച്ചി പറഞ്ഞു കൊടുത്ത ഉള്ള പുഴു കഥകളെല്ലാം കേട്ട് അവളുടെ തലയിൽ ഭ്രാന്ത് ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചു. ഈ ഭ്രാന്ത് മുഴുത്തപ്പോൾ കൽക്കട്ടയിൽ ഏതോ ഒരു ഡോക്ടർ കുറച്ച് ഗുളിക കൊടുത്തിട്ട് അതിനെ സപ്രസ് ചെയ്ത് വെച്ചു. അത് മോഹൻലാൽ പ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ. ഈ കാൾ ഗുസ്താഫ് യുങ് ഒരുപാട് സഞ്ചരിക്കും. ഇദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ ഒരു പുസ്തകമുണ്ട്, മെമ്മറീസ്, ഡ്രീംസ് ആൻഡ് റിഫ്ലക്ഷൻസ്. ഈ പുസ്തകത്തിൽ ഒരു രംഗം പറയും. യുങ് ഒരിക്കൽ പ്യൂബ്ലോ വംശജരുടെ ഇടയിലൂടെ ന്യൂ മെക്സിക്കോയിലൂടെ സഞ്ചരിക്കും. അപ്പൊ അവരുടെ മൂപ്പന്മാരിൽ ഒരാളുടെ അടുത്ത് യുങ് സംസാരിക്കുകയാണ്. ഒരു 19 വയസ്സൊക്കെ വരുന്ന മൂപ്പൻ. ആ മൂപ്പൻ യുങ്ങിനോട് പറഞ്ഞു, നോക്കൂ, എനിക്ക് ഈ വെള്ളക്കാരെ അത്ര ഇഷ്ടമാണ്. അവന്മാരെല്ലാം വൃത്തികെട്ടവന്മാർ, അഹങ്കാരികളും ആർത്തി പിടിച്ചവരും, ഒരുതരം വല്ലാത്ത സ്വഭാവമാണ്. യുങ്ങും വെള്ളക്കാരനാണ്. യുങ്ങിനോട് പറയാം. അപ്പൊ ഇനി ഇത്ര കടുത്ത വിരോധം ഉണ്ടാവാൻ കാരണം എന്താ വെള്ളക്കാരോട്? അതെ,
ഈ വെള്ളക്കാരന്മാർ തലച്ചോറുണ്ടോ ചിന്തിക്കുന്നു? ഓ, അപ്പൊ നിങ്ങളോ എന്ന് മൂപ്പനോട് ഇന്ന് ചോദിച്ചു. മൂപ്പ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല, കൈയുടെ ഇവിടെ തൊട്ട് കാണിച്ചു, ഹൃദയം കൊണ്ട്. ഐ ഫെൽറ്റ് ഇൻ ടു എ ഡീപ് മെഡിറ്റേഷൻ. ഇതാണ് ഇന്ന് എഴുതിയ വാക്ക്. ഈ ഉത്തരം കേട്ടതോടെ ഞാനൊരു തീവ്രമായ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു. സത്യത്തിൽ ഇതിലൊരു പാഠമുണ്ട്. തലച്ചോറ് മാത്രമല്ല കാര്യം ബ്രോ, ശംഖും ഒരു പ്രധാനപ്പെട്ട സാധനം. ഈ തിയറിയുടെ ആളാണ് ഡോക്ടർ സണ്ണി. ഈ ഡോക്ടർ സണ്ണി ഒരിക്കൽ നകുലനോട് പറഞ്ഞു, നകുല, നീ മാടമ്പള്ളിയിലെ ഭ്രാന്ത് കണ്ടിട്ടുണ്ട്? ഈ ഭ്രാന്തിന് ബോധി സാംസ്കാരിക വേദിയുടെ പ്രവർത്തകർ ഇട്ട പേരാണ് അസഹിഷ്ണുത. അത് പ്രസംഗിക്കാനാണ് എന്നെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഭ്രാന്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരണമല്ലോ. നീ ഭ്രാന്ത് കണ്ടിട്ടുണ്ടോ? ഉള്ള പൊട്ടത്തരം എല്ലാം കൂടെ തലയിൽ അടിച്ചു കയറ്റി ഉണ്ടാകുന്ന പേരാണ് ഭ്രാന്ത് എന്നാണ് അർത്ഥം. അത് നമ്മുടെ കാലത്ത് വർഗീയതയാണ് ആ വാക്ക്, നമ്മുടെ കാലത്ത് വംശീയതയാണ് ആ ഭ്രാന്ത്, നമ്മുടെ കാലത്ത് മനുഷ്യരെ പരസ്പരം കാണാൻ കഴിയാത്തതാണ് ആ ഭ്രാന്ത്. നകുലനോട് പറയാം, കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇന്ന് പുറത്തെയാണ്. അതെന്ത് ചെയ്യണം? നീ പോയി ഗംഗയോട് പറയണം, നോ എന്ന്, അല്ലിക്ക് ആഭരണമെടുക്കാൻ പോകരുതെന്ന് പറഞ്ഞു. നകുലൻ അപ്പൊ തന്നെ ചാടി. സണ്ണിയുടെ അവിടെ നില്ല്. നകുലൻ അന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ, എന്നും നകുലൻ അങ്ങനെ തന്നെ. നകുലന് ഒരു മാറ്റവും. പക്ഷെ ഡോക്ടർ സണ്ണി അങ്ങനെയല്ല. കാരണം എന്താ? സണ്ണിയുടെ തലയിൽ ആൾതാമസവും. സണ്ണിക്ക് വായിച്ചുള്ള പരിചയമുണ്ട്, സണ്ണിക്ക് ബോധമുണ്ട്. അതുകൊണ്ടാണ് പുല്ലാറ്റുപറമ്പിൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് മന്ത്രവാദക്കളം വരയ്ക്കാൻ അവിടെ വന്നപ്പോ ഈ മാടമ്പള്ളിയിലെ തമ്പി അദ്ദേഹമായ നെടുമുടി വേണുവിനോട് പറയണ, ആളെ വലിയ പിടിയില്ലാന്ന് തോന്നുന്നു. ആളാരാ മോൻ? ഇവന്റെ ഡോക്ടർ ബ്രാഡ്ലി സാഹിബ് പണ്ട് അമേരിക്കയിൽ വെച്ചൊരു പേപ്പർ അവതരിപ്പിക്കാൻ എന്നെ ശ്രമിച്ചു. ഈ പറച്ചിലാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഈ പ്രസംഗത്തിൽ. ഈ ബ്രാഡ്ലി ആരെന്ന് അന്വേഷിച്ച് പോയാണ് ഞാൻ ഇങ്ങിലെത്തിയത്. ചെറിയൊരു സാമ്യം വേണമെങ്കിലുണ്ടാവും. ബ്രാഡ്ലി എന്നൊരു ശിഷ്യൻ എങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ബ്രാഡ്ലി സാഹിബ് ഡൽഹിയിൽ വെച്ച് പാരാസൈക്കോളജിയുടെ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. ഈ ബ്രാഡ്ലിയുടെ ശിഷ്യനായിരുന്നു ധ്വനി രാവണൻ, 10 തലയായവന്, അമ്പട വീര, സണ്ണി കുട്ട. ആ സണ്ണിയാണ് നകുലിനോട് പറയണം, നകുല പോയി പറ നോ. എന്നിട്ട് ഈ ഭ്രാന്ത് പുറത്തു ചാടുമ്പോൾ നിന്റെ കയ്യിലൊരു മരുന്ന് വേണ്ട. അതിന് തൃശൂലം കൊണ്ട് കാര്യമില്ല, തോക്ക് വെടിയുണ്ട കൊണ്ട് കാര്യമില്ല, മരുന്ന് കുപ്പികൾ കൊണ്ടോ ഗോമൂത്രം കൊണ്ടോ ഒരു കാര്യമില്ല. നിനക്കൊരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം, ചെവിയിലാണ്. ചെവിയിൽ ഡോക്ടർ സണ്ണി പറഞ്ഞു. ആലോചിച്ച് നോക്കണ, ഗംഗയുടെ ഒരു സെക്കൻഡിലെ ഭ്രാന്തിനെ ഇങ്ങനെ അവസാനിപ്പിച്ചവനാണ് ഈ ഡോക്ടർ സണ്ണി. ഈ ചിലങ്കയുമായി ബന്ധപ്പെട്ട ഡിസ്കോഴ്സ് വരുമല്ലോ, ഭ്രാന്ത് പുറത്ത് ചാടുമെന്ന് തോന്നിയ അത്രയേ ഉള്ളൂ. ആ ഡോക്ടർ സണ്ണിയാണ് നകുലിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നത്, ഒരു മരുന്നുണ്ട്. നകുലൻ പോയി പറഞ്ഞു, ഗംഗ എവിടെ പോകുന്നു? അല്ലിക്ക് ആഭരണം എടുക്കാൻ. പോണ്ടേ? അല്ലിക്ക് ആഭരണം എടുക്കാൻ പോണ്ടേ? പോകണ്ട. ഇന്നലെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അല്ലിക്ക് ആഭരണം എടുക്കാൻ പോണമെന്നാണല്ലോ. അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകണ്ട. അതെന്താ പോയാല്? നോക്കൂ, ഭ്രാന്ത് വരുന്ന വരവുണ്ട്, ശ്രദ്ധിച്ചോണം. EMS-നെ ഓർത്ത് ഈ പ്രഭാഷണം കേൾക്കുന്ന ഓരോരുത്തരും നാട്ടിൽ ഇമ്മാതിരി മാടമ്പള്ളിയിലെ ഭ്രാന്ത് കാണുമ്പോൾ ഓർത്തോണം ഞാൻ ഈ പറഞ്ഞ വാക്യം. ഭ്രാന്തേ ഇവിടെ നിന്നും വരും. അതെന്താ പോയാൽ? പിന്നെ അങ്ങോട്ട് നമുക്കറിയാത്ത ഭാഷയിലാണ് അല്ലി സംസാരിക്കുന്നത്. ഗംഗ വിടമാട്ടെ, നീ വിടമാട്ടെ, വെറും ദുർഗാഷ്ടമിക്ക് ഉന്നൈ കൊന്ന്, ഭാഷ ശ്രദ്ധിച്ചോ, കൊല്ലും, രക്തത്തെ കുടിച്ച് വിടമാട്ടെ. ഇതാണ് അസഹിഷ്ണുത തലയിൽ കയറിയവരുടെ ഭാഷ. അവരവിടെ വെച്ച് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ പൊക്കിയ കട്ടിലുണ്ടല്ലോ, അത് ചവിട്ടി ഒടിച്ച് അതിന്റെ കമ്പെടുത്തിട്ട് നകുലിനെ അപ്പം തന്നെ അടിച്ചു പോയി. പക്ഷെ ഡോക്ടർ സണ്ണി അടുത്തുള്ളതുകൊണ്ട് നകുലൻ മരിക്കില്ല. സണ്ണി പറഞ്ഞു കൊടുത്തൊരു മരുന്നുണ്ട്, നകുല, ഏത് ഭ്രാന്തിനെയും കെടുത്തുന്ന ഒരു മരുന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ
നിന്റെ ഉള്ളിലെ സകല സ്നേഹവും എടുത്ത് ഗംഗേ എന്നൊന്ന് വിളിക്കും. ആ വിളിയിൽ ആ ഭ്രാന്തെല്ലാം അലിഞ്ഞുപോയി പ്രിയപ്പെട്ടത്. ഈ സ്നേഹത്തിന്റെ പേരാണ് EMS. മരിച്ചു കിടക്കുമ്പോഴും സഖാവിയമ്മിന്റെ പാദത്തിലൊന്ന് തൊടുമ്പോൾ എൻ്റെ കൈവിരലിൽ ഞാൻ അനുഭവിച്ച വാക്കിന്റെ പേര് സ്നേഹമെന്നാണെങ്കിൽ, ഗാസയിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഉക്രൈനിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഫലസ്തീനിന്റെ ലെബനോണിന്റെ കവി സാക്ഷാൽ ഖലീൽ ജിബ്രാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കവിതയുണ്ട്. മൈ പീപ്പിൾ ഡൈഡ്. എന്റെ ജനം കലാപത്തിൽ മരിച്ചില്ല, യുദ്ധത്താലോ ഭൂകമ്പത്താലോ അവർ മരിച്ചിട്ടില്ല. ഡൈഡ് ഓൺ ദ ക്രോസ്. മൈ പീപ്പിൾ ഡൈഡ് വിത്ത് their arms stretched toward both east and west. എന്റെ മക്കൾ പടിഞ്ഞാറേക്കും കിഴക്കേക്കും കൈകൾ നീട്ടിപ്പിടിച്ച് അവർ മരണത്തിലേക്ക് പോകുന്നു. ജിബ്രാൻ പറഞ്ഞ ഈ ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കുമുള്ള കൈകൾ ചേർത്ത് പിടിക്കലുണ്ടല്ലോ, അത് കർത്താവിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ മക്കൾ മരിച്ചു കിടക്കുമ്പോൾ വിലപിക്കുന്ന അമ്മമാരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന ഭാഷയുടെ പേരാണ് EMS. ആ EMSന്റെ ഓർമ്മയ്ക്ക് 23ാമത്തെ വർഷത്തെ സ്മാരക പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ച നിങ്ങളോട് എന്ത് പറഞ്ഞാലാണ് എനിക്ക് മതിയാവുക എന്ന് മാത്രം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനത്തെ ചുരുക്കും. എല്ലാവരും